സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. മാതാമരതകശ്യാമാതംഗീമതശാരിണീ കടാക്ഷയതു കല്യാണി കദംബവനവാസിനി. ജ്ഞാനാനന്ദമയം ദേവം നന്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. സർവചൈതന്യരൂപാം ദാമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. കസ്തൂരീതിലകം ലലാടപടലേ വക്ഷസ്ഥരേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം വരദലേ വേണുക്കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ഠേ ച മുക്താവലീ ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരയേ അദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സദസ്സിലെ സംപൂജ്യരായിട്ടുള്ള ഋഷിശ്രേഷ്ഠന്മാർക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ സപ്തമ സ്കന്ധം പ്രഹ്ലാദ ചരിത്രം ആണ് കുറച്ചു സമയം നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ഇതിന്റെ ആദ്യ സമയക്രമം നിശ്ചയിച്ചിരുന്നത് ഉച്ചയ്ക്ക് മുൻപാണ് എന്നറിയാം. അത് ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണന്മാർക്ക് കുറച്ചുകൂടി ക്ലേശം ഉണ്ടാക്കുന്നതാണ്. അതിന്റെ കാരണം നമുക്കറിയാം. ഈ 12:30 മണി സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2 മണി സമയത്ത് സ്ഥിരമായിട്ടൊക്കെ ഭാഗവതം കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് വേഗം മനസ്സിലാവും. ആ സമയത്ത് ഭാഗവതം എന്നല്ല ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. മിക്കവാറും കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു വാസന. ഇവിടെയൊക്കെ ആവുമ്പോൾ ഇങ്ങനെയുള്ള ഒരു യജ്ഞശാലയില് നമുക്ക് പ്രസാദമായിട്ട് തരണത് സാത്വിക ആഹാരമാണ്. എന്നിരുന്നാലും കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു വാസന ഉണ്ടാവും. അത് കുറച്ച് സമയത്തേക്ക് അങ്ങനെ നിലനിൽക്കും. എന്തായാലും നമുക്ക് ഇന്ന് തന്നിട്ടുള്ള വിഷയം, ഇപ്പോൾ പറയാനുള്ള വിഷയവും മറ്റൊരു വാസനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കർമ്മവാസന. സപ്തമസ്കന്ധത്തിന്റെ ലക്ഷണം. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ സ്കന്ധങ്ങൾക്കും 3 മുതൽ 12 വരെയുള്ള എല്ലാ സ്കന്ധങ്ങൾക്കും ഓരോ ലക്ഷണങ്ങളെ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ 7ാമത്തേതായിട്ട് പറയുന്ന പ്രഹ്ലാദ ചരിത്രം വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതായ സപ്തമസ്കന്ധം. അതിന്റെ ലക്ഷണം ഊതികൾ എന്നാണ്, അല്ലെങ്കിൽ ഉദയ കർമ്മവാസന. അപ്പൊ എന്താണ് ഈ കർമ്മവാസന? നമുക്ക് ശുഭമോ അശുഭമോ ആയിട്ടുള്ള മുൻപ് ചെയ്തതായ ആ കർമ്മങ്ങളുടെ, ഈ ജന്മത്തിലാവാം പൂർവജന്മങ്ങളിലാവാം, അതിന്റെ ഒരു അവശേഷിപ്പ്, അതിനെ കർമ്മവാസന എന്ന് പറഞ്ഞു. ഇത് നമ്മളിൽ നിലനിൽക്കണു. നമ്മളെ ഓരോ ജന്മങ്ങളിലും അത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. രാമകൃഷ്ണ പരമഹംസരെ പോലുള്ള മഹാത്മാക്കൾ അതിനെ എളുപ്പം നമുക്ക് പറഞ്ഞു തരും. അദ്ദേഹം പറയാം മുള്ളങ്കിക്കിഴങ്ങ്. നമുക്കതിലും പരിചയമുള്ള സാധനം വെളുത്തുള്ളിയാണ്.
വെളുത്തുള്ളി കഴിച്ച ഒരാളോട് അടുത്തു നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് സമയം സംസാരിച്ചാൽ ഈ വെളുത്തുള്ളിയുടെ ഗന്ധം പുറത്തു വരുന്നതാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഏത് കർമ്മങ്ങളിലാണോ കൂടുതൽ ശ്രദ്ധ പറ്റിയിട്ടുള്ളത്, ഏത് കർമ്മങ്ങളാണോ അധികമായി ചെയ്യേണ്ടി വന്നിട്ടുള്ളത്, അത് ശുഭമാവാം അശുഭമാവാം, അതിൻ്റെ അവശേഷിപ്പുകൾ. അപ്പോൾ ശുഭമോ അശുഭമോ ആയ കർമ്മവാസനകൾ, അതിനെ ഇവിടെ പുരാണ ലക്ഷണപ്രകാരം ഊതികൾ എന്ന് പേരിട്ട് വിളിച്ചു. അപ്പൊ ഇത് ഇവിടെ 7-ാമത്തെ സ്കന്ധത്തിൽ മാത്രം അങ്ങനെ പറയുക, അതല്ല ഇതിനു മുൻപൊക്കെ പറഞ്ഞു പോയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതിനെ വിസ്തരിച്ച് പറയാൻ വേണ്ടിയിട്ട് 7-ാമത്തെ സ്കന്ധം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. കഥാരൂപത്തിൽ നമ്മൾ അതിനെ കേൾക്കുമ്പോൾ വൈകുണ്ഠവാസികളായിട്ടുള്ള വിഷ്ണു പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാർക്ക് അവർ ഭഗവത് ദർശനത്തിനായി എത്തിച്ചേർന്ന സനകാദി യോഗീശ്വരന്മാരെ തടഞ്ഞു. ആ ഒരു പ്രക്രിയ, സജ്ജനങ്ങളെ നിന്ദിക്കുക, മഹൽ നിന്ദ ചെയ്യുക, ആ മഹൽ നിന്ദ കൊണ്ടാണ് അവർക്ക് അശുഭ വാസന വന്നു ചേർന്നത്. ആ ചെയ്തതായ പ്രവൃത്തിയുടെ ഫലം അത് അശുഭവാസനയായിട്ട് മാറി. സനകാദികളുടെ ശാപം കൊണ്ട് അവര് അസുരന്മാരായിട്ട് തീർന്നു. അപ്പോ ആ ഒരു അസുരന്മാരായി തീർന്ന ജയവിജയന്മാരുടെ, വിഷ്ണു പാർഷദന്മാരുടെ തന്നെ അനുഭവത്തെ ഉദാഹരിച്ചുകൊണ്ട്, ഇപ്പോൾ ശ്രീമദ് ഭാഗവതം പോലെയുള്ള ഏത് പുരാണം എടുത്താലും അതിലെ ഓരോ കഥകൾക്കും ഒരു കാര്യത്തെ അവതരിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വിഷയം ഭാഗവതത്തിൽ ആദ്യം തന്നെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അവർക്ക് ശാപമുണ്ടാവുന്നതും അതിൽ ഹിരണ്യാക്ഷ ചരിത്രമൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നമുക്കിനി ഇവിടെ പറയേണ്ടതായ ആ നരസിംഹ അവതാര കഥ അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ ചരിതം, അതിനെയും ഇപ്പൊ കഥാരൂപത്തിലൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളവരാണ്. അപ്പൊ അതിലെ ചില ഏടുകളെ മാത്രം, ചില ഭാഗങ്ങളെ മാത്രം ഒരല്പസമയം ഒന്ന് പറഞ്ഞു കടന്നു പോവുക. എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ള കഥകളാണ്, എത്രയോ പ്രാവശ്യം ഇതിന്റെ തത്വങ്ങളെ ഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇവിടേക്ക് സത്രവേദിയിലേക്ക് വരുന്ന വഴിക്ക് ഒരു അമ്മയെ കുറച്ചു ദൂരം കൂട്ടുകിട്ടി. അപ്പോൾ അമ്മ പറയുണ്ടായി, കൂടുതൽ കേൾക്കുമ്പോൾ, പലരിൽ നിന്നും പല രീതിയിൽ പല ശൈലിയിൽ കേൾക്കുമ്പോൾ അതിനൊരു അനുഭവം, ഒരു ഹൃദ്യമായ അനുഭവമുണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതുപോലുള്ള ഈ യജ്ഞശാലകൾ വീണ്ടും വീണ്ടും അവിടെ എത്തിച്ചേരണു, വീണ്ടും വീണ്ടും കേൾക്കാൻ തയ്യാറാവണു. അപ്പൊ ഇവിടെ ആ ജയവിജയന്മാരുടെ അവർക്ക് വന്നു ചേർന്നതായ ശാപത്തെ പറഞ്ഞുകൊണ്ട് കർമ്മവാസനയുടെ പ്രഭാവത്തെ ഒന്ന് ആദ്യം കാണിച്ചു തന്നു. ഇനി അവരുടെ പ്രവൃത്തി പോലെ തന്നെ എന്നാണ്, അല്ലെങ്കിൽ അവരുടെ അനുഭവം പോലെ തന്നെ നമ്മൾ ഈ കഥയിലെ കൂടിയിട്ട് വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാവുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. പ്രഹ്ലാദന്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു, ആ ഹിരണ്യകശിപുവിന്റെ പത്നി കയാധു, പ്രഹ്ലാദന്റെ അമ്മ, ആ കയാധുവിന് കുറച്ചു കാലം ഭർത്താവിനെ വേർപിരിഞ്ഞ് തപസ്സിനായിട്ട് പോയ ഹിരണ്യകശിപു ആ സമയത്ത് ദേവന്മാരെ ആക്രമിക്കുകയും അവരുടെ ആക്രമണത്തിൽ നിന്ന് ഭയപ്പെട്ട് പലായനം ചെയ്യണതായ, അല്ലെങ്കിൽ മരണഭയത്താൽ നാരദ മഹർഷിയെ ആശ്രയിച്ചതായ കയാധുവിനെ ശ്രീനാരദനാണ് തൽക്കാലം സംരക്ഷിച്ചത്. ആ ശ്രീനാരദ മഹർഷിയുടെ സംരക്ഷണയിൽ വസിക്കുന്ന അസുരമാതാവായിട്ടുള്ള, അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ മാതാവായിട്ടുള്ള കയാധുവിന് ശ്രീനാരദ മഹർഷിയുടെ ഒപ്പമുള്ള ഒരു കുറച്ചു കാലം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കഥകളും തത്വോപദേശങ്ങളും ഒക്കെ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്നും ഭഗവത് തത്വങ്ങളെ കേട്ട് ഗർഭാവസ്ഥയിൽ തന്നെ വെച്ചുകൊണ്ട് പ്രഹ്ലാദൻ ഒരു ജ്ഞാനിയായി തീരുകയാണ്. പിന്നീടുള്ള പ്രഹ്ലാദനെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു ഭാഗവത ഉത്തമനായിട്ട് മാറിയ പ്രഹ്ലാദൻ
അപ്പം മഹൽകൃപ കൊണ്ടാണ്, സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം കൊണ്ടാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്നത് എന്ന വസ്തുത ശ്രീനാരദ മഹർഷി ഈ പ്രഹ്ലാദന്റെ ചിത്രത്തിൽ കൂടിയിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. മഹാത്മാക്കൾ, ഗുരുക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാരദ മഹർഷി അദ്ദേഹത്തിന്റെ ആ ഒരു പരീക്ഷണം, ഒരു പരീക്ഷണം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം വിജയിച്ചു എന്ന് വരില്ല, രണ്ടാമത് വീണ്ടും അത് ആവർത്തിക്കും. അപ്പോഴും ഒരുപക്ഷെ പൂർണ്ണ വിജയം എത്തി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചിലപ്പോൾ എത്രയോ പ്രാവശ്യം ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്തതിന് ശേഷമാണ് അത് പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുക. അപ്പൊ ശ്രീമദ് ഭാഗവതം നമ്മൾ ഒട്ടാകെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഈ ശ്രീനാരദ മഹർഷിയുടെ ആ റിസർച്ച് നടന്നത് എവിടെയൊക്കെയാണ് എന്ന് കാണാൻ പറ്റും എന്നാണ്. ഭക്തന്മാര് അവരുടെ കാഴ്ചപ്പാടിൽ കൂടിയിട്ട് കണ്ടെത്തിയ ഒരു കാര്യം അത്രയേ ഉള്ളൂ. ഒരു വ്യാഖ്യാനം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും പരാമർശം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ അദ്ദേഹം ഇത് പലരിലും പരീക്ഷിച്ചു നോക്കിയെന്നാണ്. ഈ സത്സംഗം എന്നുള്ളത്, സജ്ജനങ്ങളുമായിട്ടുള്ള ചേർച്ച എന്നുള്ളത് ഏത് അവസരത്തിൽ കിട്ടണം എന്നാണ്. ഒരു ഉപദേശ രൂപേണയാവാം, അല്ലെങ്കിൽ സജ്ജനങ്ങളുമായിട്ടുള്ള കുറച്ചു കാലത്തെ സഹവാസം കൊണ്ടാവാം. ഏതെങ്കിലും തരത്തില് ഒരു സത്സംഗം ഒരു മനുഷ്യന്, ഒരു ജീവൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് കാലയളവിലായിരിക്കണം എന്ന് നാരദ മഹർഷി പരീക്ഷിക്കുകയാണെന്നാണ്. അപ്പൊ അതിന് നമുക്ക് ഇതിനു മുൻപ് ശ്രീമദ് ഭാഗവതത്തിലെ പല കഥകളും എടുത്തൊന്ന് ഉദാഹരിച്ചാൽ അത് ബോധ്യമാവും. അപ്പൊ പ്രാചീന ബർഹിസിന് ഉപദേശം കൊടുത്തു എന്ന് പറയുന്നുണ്ട്, ധ്രുവന് ഉപദേശം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പലരെയും നമുക്ക് കാണാൻ പറ്റും ഈ നാരദ മഹർഷിയുടെ ഉപദേശം കൊണ്ട്. അപ്പൊ അവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവിടെയൊക്കെ നാരദ മഹർഷിക്ക് സംഭവിച്ച ചെറിയ ഒരു പാളിച്ച എന്താണ്, പരീക്ഷണത്തിൽ വന്ന ചെറിയ ഒരു പിഴവ് എന്താണ്? ഇപ്പൊ പ്രാചീന ബർഹിസിന് ഉപദേശങ്ങൾ കൊടുത്തു, പുരഞ്ജനോപാഖ്യാനം വളരെ വിസ്തരിച്ച് കഥാരൂപത്തിലും അതിന്റെ തത്വവും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ച് ഒക്കെ കേട്ടുകഴിഞ്ഞ രാജാവ് എന്താ തുടർന്ന് ചോദിക്കുന്നത്? ആ ചോദ്യം ശ്രദ്ധേയമാണ്. മക്കള് തപസ് കഴിഞ്ഞ് വന്നിട്ട് പോയാൽ പോരെ, ഞാൻ തപസ്സിന് എന്നാണ്. അവിടെ തന്നെ ഒരു കാര്യം ബോധ്യമായി, ഈ പറഞ്ഞത് മുഴുവനായിട്ടൊന്നും ചെവിയിൽ കയറിയിട്ടില്ല. വിരാഗത എന്നുള്ളത് പൂർണ്ണമായി വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇനിയും ഇത്രയൊക്കെ ആയിട്ടും അയാൾക്ക് ഇത് വിട്ടുപോകാനുള്ളൊരു മടി ആണ്. ഇപ്പൊ നാരദ മഹർഷിക്ക് ഒരു കാര്യം ബോധ്യമായി, തന്റെ പരീക്ഷണത്തിൽ എവിടെയോ ഒരു പിഴവ് പറ്റി. അതുകൊണ്ടാണ് ഇത്രയും പ്രായമായ ആളാണല്ലോ പ്രാചീന ബർഹിസ്. കുറച്ച് പ്രായമായാൽ പിന്നെ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നാരദ മഹർഷി ധ്രുവന്റെ അടുത്ത്, ചെറിയ കുട്ടിയാണല്ലോ, 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് കരുതി ധ്രുവന്റെ അടുത്ത് ഈ ഉപദേശം കൊടുത്തു. പക്ഷേ അതും 100% വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. തപസ് ചെയ്ത് ഭഗവത് ദർശനം നേടിയ ധ്രുവകുമാരൻ മടങ്ങി വരുമ്പോ താൻ അനുഗ്രഹം നേടി ഭഗവത് ദർശനം തനിക്ക് സാധ്യമായി. പക്ഷേ ഇനിയും നഷ്ടപ്പെട്ടു പോകുന്ന, കുറച്ചു കാലത്തേക്ക് മാത്രം അനുഭവിക്കാൻ ഉള്ള ഈ രാജഭോഗങ്ങളെ തന്നെയാണല്ലോ താൻ ചോദിച്ചു വാങ്ങിയത്, അല്ലെങ്കിൽ അത് തന്നെയാണല്ലോ എനിക്ക് വീണ്ടും കിട്ടിയത് എന്ന് പരിതപിക്കുന്നുണ്ട് ഒരവസരത്തില്. അപ്പോഴും എന്താണ്, പരീക്ഷണം 100% വിജയമല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അടുത്ത ആ ഒരു സന്ദർഭം. അപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴോ പ്രായമായിട്ടുള്ള അവസ്ഥയിലോ യുവാവായിരിക്കുമ്പോഴോ ഒന്നുമല്ല ഭേദം, ഗർഭാവസ്ഥയിലാണ് ഇത് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം ഒടുവിൽ പരീക്ഷിച്ച് വിജയിച്ച സന്ദർഭമാണ് പ്രഹ്ലാദന്റേത് എന്ന് കാണാൻ പറ്റും. അവിടെ അത് 100% വിജയമായിരുന്നു പരീക്ഷണം. അപ്പൊ എപ്പോഴും ഈ മഹർസേവ അല്ലെങ്കിൽ സജ്ജന സംഘം, അപ്പൊ ഒരു ജീവന് ഗർഭാവസ്ഥയിൽ അത് കിട്ടണമെങ്കിൽ തീർച്ചയാണ് ആ വ്യക്തിക്ക്, അയാൾക്ക് അത് പറ്റില്ല. അപ്പൊ പിന്നെ എവിടുന്നാണ്? അമ്മയുടെ സഹായം കൊണ്ടേ അത് സാധ്യമാവും. അതുകൊണ്ടാണല്ലോ നമുക്ക് നമ്മളുടെ പൂർവികർ പല കാര്യങ്ങളും പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ ഗർഭകാലം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നല്ലത് കേൾക്കുകയും നല്ലത് കാണുകയും നല്ലത് ചിന്തിക്കുകയും
നല്ലത് പറയുകയുമൊക്കെ വേണം. ഇവിടെ അത്തരത്തിൽ മഹൽസേവ കൊണ്ട്, സജ്ജന സംഘം കൊണ്ട് ഒരാൾ എത്രത്തോളം ഉയരാം. അസുരകുലത്തിൽ ജനിച്ചു, വിപരീത സാഹചര്യത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത ആളാണ് പ്രഹ്ലാദൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇതേപോലെ ആവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നവരാണ്, സാഹചര്യം മോശമാണ് എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ പ്രഹ്ലാദനെ പോലെയുള്ള സാഹചര്യമൊന്നും നമുക്കുണ്ടാവില്ല. നാമം ജപിക്കാൻ പറ്റില്ല, ഈശ്വര സ്മരണ സമാധാനമായിരുന്നു ചെയ്യാൻ പറ്റില്ല. അഥവാ അങ്ങനെ ഈശ്വര സ്മരണ ചെയ്യണു, വിഷ്ണു സ്മരണ ചെയ്യണു എന്ന് അച്ഛനറിഞ്ഞാൽ ശകാരമാണ്, കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരിക. ഇനി കുലത്തിന്റെ ആ ഒരു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഇപ്പൊ സാധാരണ നമുക്ക് ചില ഗുണങ്ങൾ, ചില പ്രശസ്തി, ഇതൊക്കെ പരമ്പരയാ വന്നു ചേരാറുണ്ട്, ആ കുലത്തിൽ ജനിച്ചതുകൊണ്ട് എന്നാണ്. ഇതിപ്പോ അതും പറയാനില്ല. പരമ്പരയാ എല്ലാവരും നിരീശ്വരവാദികളായിരുന്നു. ഏറ്റവും വലിയ നിരീശ്വരവാദിയാണ് അച്ഛൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കുലത്തിൽ വന്ന് ജനിക്കുക, വിപരീത സാഹചര്യങ്ങളിൽ ജനിക്കുകയും വളരുകയും ചെയ്യുക, എന്നിട്ടും ഒരു ഉത്തമ ഭക്തനായിട്ട് മാറാൻ കഴിയുക. അപ്പോ തീർച്ചയാണ് മഹർസേവ കൊണ്ട് മാത്രമാണ്, സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം, ശ്രീനാരദനുമായിട്ടുള്ള സംഘം തന്നെയാണ് എന്ന് ഇവിടെ പറഞ്ഞു വച്ചത്. പിന്നെ നമ്മൾ ഈ സ്കന്ധത്തിൽ കൂടി 7-ാമത്തെ സ്കന്ധം ഇത് പറഞ്ഞാൽ 10 അധ്യായം വരെ അല്ലെങ്കിൽ 9.5 അധ്യായം വരെ പ്രഹ്ലാദ ചരിത്രം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് വർണ്ണിക്കുന്നത് വർണ്ണാശ്രമധർമ്മങ്ങളാണ്. അതിനും ഈ മുൻപ് പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധമുണ്ട്. എന്തിനാണ് അവിടെ വർണ്ണാശ്രമധർമ്മങ്ങൾ പറഞ്ഞു വെച്ചത്? തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ വേദവ്യാസ മഹർഷി അത് വെറുതെ അധ്യായങ്ങളുടെ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശത്തോടു കൂടിയല്ല. തീർച്ചയായിട്ടും ഇത് അനുയോജ്യമായ സ്ഥലത്ത് തന്നെയാണ്. ഈ 7-ാമത്തെ സ്കന്ധത്തിൽ ഈ വിഷയം പറഞ്ഞതിന് ശേഷം വർണ്ണാശ്രമധർമ്മങ്ങളെ വിസ്തരിച്ചു പ്രതിപാദിച്ചു. അനുയോജ്യമായ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. വർണ്ണാശ്രമധർമ്മങ്ങളുടെ യഥാവിധിയുള്ള അനുഷ്ഠാനമാണ് സത്സംഗത്തിനും സദ്വാസനയ്ക്കും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന കാരണം കൊണ്ടാണ് ആ വിഷയം, ആ ധർമ്മനിരൂപണം ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പൊ സപ്തമസ്കന്ധത്തിന്റെ 15 അധ്യായങ്ങളെ എടുത്താൽ അതിന്റെ പൊതു ആയ ഒരു ലക്ഷണം കർമ്മവാസന എന്ന് പറഞ്ഞുവെങ്കിലും അതിന്റെ പ്രകൃതം എന്താണ് എന്നും അതില് നമുക്ക് എങ്ങനെയാണ് സദ്വാസന ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതിന് എന്തൊക്കെ ആണ് അനുകൂലമായിട്ട് വന്നു ചേരേണ്ടത്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് വേണ്ടത്, ഇതൊക്കെ ആ 15 അധ്യായം കൊണ്ട് അവിടെ തന്നെ പറയുകയാണ്. ഇനി ഈ സപ്തമസ്കന്ധം പൂർത്തിയാക്കുമ്പോൾ മറ്റു പല ഉദാഹരണങ്ങളെയും പറയണതിനേക്കാൾ പ്രസക്തമാണ് സ്വാനുഭവം എന്നുള്ളത്. നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങളെ, വാക്കുകളെ ഒക്കെ നമുക്ക് പറയാൻ പറ്റും, കടമെടുത്ത് പറയാൻ പറ്റും. പക്ഷെ അതിലുമൊക്കെ ഉറപ്പായിട്ട് പറയാൻ കഴിയുന്ന ഒന്നാണ് സ്വാനുഭവം. അതുകൊണ്ടാണ് നാരദ മഹർഷി ഏറ്റവും ഒടുവിൽ ധർമ്മപുത്രരോടുള്ള, യുധിഷ്ഠിര മഹാരാജാവിനോടുള്ള ഉപദേശത്തിന്റെ ആ ഒടുവിൽ, സപ്തമസ്കന്ധത്തിന്റെ ഒടുവിൽ ഒരു കാര്യം ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? തന്റെ അനുഭവം. അതും നമുക്ക് കാണാൻ പറ്റും. അതായത് മഹത്തുക്കളുടെ, മഹാത്മാക്കളുടെ ശാപമാവട്ടെ അനുഗ്രഹമാവട്ടെ, അത് എങ്ങനെയാണ് ഒരു ജീവന്റെ ഉദ്ഗതിക്കും അധോഗതിക്കും കാരണമായി തീരണത്, അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്, തെളിവാണ് തന്റെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ആരായിരുന്നു എന്ന് അവിടെ സൂചിപ്പിക്കുന്നത്. മത്തനും ലംബടനുമായിട്ടുള്ള ഉപബർഹണൻ എന്നൊരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവൻ അപ്സരസ്സുകളോടുകൂടിയിട്ട് ഒരിക്കൽ പ്രജാപതികൾ നടത്തുന്നതായ ഹരിഗാഥാസഭയിൽ ചെന്നു കയറി എന്നും, അപ്പൊ അസമയത്ത് വരിക, യാതൊരു ആചാരങ്ങളും നോക്കാതെ മഹാത്മാക്കളുടെ ഇടയിലേക്ക് അഹങ്കാരത്തോടു കൂടിയിട്ട് കടന്നു വരിക, ഇങ്ങനെയുള്ള അഹങ്കാരം നിറഞ്ഞ ഈ
ഗന്ധർവന്റെ ഉപബർഹണന്റെ പ്രവൃത്തി കണ്ടിട്ടാണ് അവര് ശപിച്ചു എന്നാണ് ഈ ഗന്ധർവനെ. അങ്ങനെ ആ ശാപം കൊണ്ടാണ് വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കേണ്ടി വന്നത്. ഭൂമിയിൽ വരിക, ദുഃഖം അനുഭവിക്കുക, ശരീരം എടുത്താൽ ഉണ്ടാവുന്ന ക്ലേശങ്ങളെയൊക്കെ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം ഒക്കെ ആ നാരദന് അനുഭവിക്കേണ്ടി വന്നു എന്ന് നമ്മൾ ഭാഗവതത്തിന്റെ ആദ്യം കേട്ടതാണ്. അപ്രകാരം ശാപം കൊണ്ട് താൻ അധപതിച്ചു. പിന്നീട് ആ മനുഷ്യജന്മത്തിൽ ഒരു ദാസീപുത്രനായിട്ട് ജനിച്ച തനിക്ക് അവിടെ വെച്ചിട്ടാണ് കുറച്ച് മഹാത്മാക്കളെ കാണാനും അവരോടുകൂടെ കുറച്ച് സമയം ചിലവഴിക്കാനുമുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ എന്തായി? മഹത് സേവ, സജ്ജന സംഘമാണ് പിന്നീട് തനിക്കുണ്ടായത്. അവരുടെ അനുഗ്രഹം കൊണ്ട് ഭഗവത് ഭജനം ചെയ്തും ഒക്കെ ഇപ്പോ ശ്രീനാരദനായിട്ട് ബ്രഹ്മപുത്രനായിട്ട് വന്ന് ജനിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ശ്രീനാരദ മഹർഷിയുടെ തന്നെ അനുഭവം അദ്ദേഹം ഇവിടെ ഉദാഹരണമായിട്ട് കൂടി പറഞ്ഞുകൊണ്ടാണ് ആ ഉപദേശം അവിടെ പൂർത്തിയാക്കണത് എന്ന് കാണാം. അങ്ങനെ സപ്തമസ്കന്ധത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞ പ്രഹ്ലാദന്റെ ചരിത്രം ഹിരണ്യകശിപുവിന്റെയും കയാധുവിന്റെയും ഒക്കെ പുത്രനായിട്ട് അസുരബാലനായിട്ട് വന്ന് ജനിക്കുന്ന പ്രഹ്ലാദനാണ്. അപ്പൊ കഥയുടെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് പോവേണ്ടതില്ല. തന്റെ അനുജനായിട്ടുള്ള ഹിരണ്യാക്ഷനെ മഹാവിഷ്ണു വരാഹരൂപം സ്വീകരിച്ച്, വരാഹാവതാരത്തെ സ്വീകരിച്ച് നിഗ്രഹിച്ചു. ആ വിഷ്ണു വിരോധം വെച്ചുകൊണ്ടാണ് ഇവിടെ ഹിരണ്യകശിപു തപസ്സിനായിട്ട് ശക്തി ആർജിക്കണം, ഈ ദേവന്മാരെ ഇല്ലാതെയാക്കണം, അങ്ങനെ വിഷ്ണു വിരോധം വെച്ചുകൊണ്ട് തപസ്സിനായിട്ട് പോകുന്ന ഹിരണ്യകശിപു തന്റെ അമ്മയും അതുപോലെ തന്നെ ഹിരണ്യാക്ഷ പത്നിയും ഒക്കെ ഹിരണ്യാക്ഷന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുകയാണ്. അവരെയൊക്കെ ഉപദേശങ്ങളെയൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് തപസ്സിനായിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 7ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത്. തപസ് ചെയ്തു, ബ്രഹ്മാവിൽ നിന്ന് അനവധി വരങ്ങളെയൊക്കെ നേടി. ആ വരബലം കൊണ്ട് മത്തനായിട്ടുള്ള ഹിരണ്യകശിപു മടങ്ങി വന്നു. പിന്നീട് അസുരന്മാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഭരണം ആരംഭിക്കുന്നു. കാലക്രമേണ ഒരുപാട് തരത്തിൽ നിന്നാണ് സജ്ജനങ്ങളെ നിന്ദിക്കുക, ദ്രോഹിക്കുക, ദേവന്മാരെ ദ്രോഹിക്കുക, തന്റെ കാൽ കീഴിലാക്കി തീർക്കണു ദേവന്മാരെയൊക്കെ തന്നെ. അങ്ങനെ ദുഃഖിതരായി തീർന്ന ദേവന്മാര് എന്താണ് ഇതിനൊരു പോംവഴി, ഈ ഹിരണ്യകശിപുവിന് ഈ അസുരനെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ എന്തുകൊണ്ട് ഒരു അവതാരം സ്വീകരിക്കുന്നില്ല എന്നൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതായ അവർക്ക് ദർശനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, സമയമാവുമ്പോ ആ ഹിരണ്യകശിപുവിനെ ഞാൻ നിഗ്രഹിച്ചുകൊള്ളാം. എപ്പോഴാണോ സജ്ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണോ തന്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദനെ ആ ഹിരണ്യകശിപു ഭക്തനും ഭാഗവതോത്തമനുമൊക്കെ ആയിട്ടുള്ള പ്രഹ്ലാദനെ ദ്രോഹിക്കാൻ തുടങ്ങുന്നത്, അപ്പോ ആ അസുരന് നാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേവന്മാരെ ആശ്വസിപ്പിച്ചു. പിന്നീടാണ് ഭാഗവതം പ്രഹ്ലാദനെ നമുക്ക് പരിചയപ്പെടുത്തി തരണത്. എന്താണ് പ്രഹ്ലാദന്റെ ഒരു മഹത്വം എന്നുള്ളത് കുറച്ച് വരികളിൽ കൂടിയിട്ട് മഹാത്മാക്കൾ പറയാറുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ ആ ശ്ലോകങ്ങൾ അതിന്റെ അർത്ഥം പോലും പറയേണ്ടതില്ല എന്നാണ്. അർത്ഥം പറഞ്ഞാൽ അതിന്റെ ഭംഗി കുറഞ്ഞു പോകും. അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഭംഗിയുള്ള കുറച്ച് വരികൾ നമുക്ക് 4ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും. വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീരതി നസ്തക്രീഡനഗോപാലോ ജഡവസ്തന്മനസ്തയാ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീദൃശം ആസീന പര്യടൻ അശ്നൻ ശയാന പ്രഭിവൻ ബ്രുവൻ നാനുസന്ധത്ത ഏതാനി ഗോവിന്ദ പരിരംഭിത ക്വചിത് രുദതി വൈകുണ്ഠചിന്താശബളചേതന ക്വചിൽ ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിൽ നദതി ക്വചിരുൽകണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിൽ ക്വചിൽ തൽ ഭാവനായുക്ത തന്മയോനുചകാരഃ ക്വചിലുൽപുളകസ്തൂഷ്ണീം ആസ്തേ സംസ്പർശ നിർവൃത അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതേക്ഷണ. വീണ്ടും വീണ്ടും അതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത്
നമുക്ക് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അർത്ഥം ചിന്തിക്കേണ്ടതേ ഇല്ല എന്നാണ്. ആ 4-ാമത്തെ സ്കന്ധത്തിലെ പ്രഹ്ലാദന്റെ ആ പ്രവൃത്തി എന്താണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ്, ആ കുട്ടിയുടെ പ്രകൃതം എന്താണ് എന്ന് വർണ്ണിക്കുന്ന ആ ശ്ലോകങ്ങളിൽ നിന്നാണ്. അത്രയ്ക്ക് സൗന്ദര്യമുള്ള, ഭംഗിയുള്ള, മനസ്സിലാക്കുവാൻ യാതൊരു പ്രയാസവുമില്ലാത്ത വാക്കുകളിലാണ് വേദവ്യാസ മഹർഷി ഇവിടെ അതിനെ ചേർത്തു വച്ചിട്ടുള്ളത്. അങ്ങനെ വിഷ്ണുഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ, തന്റെ പുത്രനെ കുറിച്ച് കേൾക്കുന്ന, അറിയുന്ന ഹിരണ്യകശിപുവിന് വിഷ്ണു വിരോധിയായിട്ടുള്ള, തന്റെ കൊട്ടാരത്തിൽ തന്റെ പുത്രനായിട്ട് ഒരു വിഷ്ണു ഭക്തൻ വന്നിരിക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ ഒരു സ്വഭാവം വരാൻ കാരണം? ഒന്നുകിൽ അനുകൂലമായ എന്തെങ്കിലും ഒരു ഘടകം, അച്ഛനും അമ്മയും ഭക്തിയുള്ളവരാവണം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അതിനുള്ള ഒരു സഹവസിക്കാനുള്ള ഒരു അവസരം, ഇതൊന്നുമില്ല ആ കുട്ടിക്ക്. അസുര ചക്രവർത്തിയും പത്നിയും, കൂട്ടുകാരാവട്ടെ അസുര ബാലന്മാരാണ്, ഗുരുക്കന്മാർ ആവട്ടെ ശുക്രപുത്രന്മാരാണ്, ശുക്രമഹർഷിയുടെ ആചാര്യനായിട്ടുള്ള ശുക്രമഹർഷിയുടെ പുത്രന്മാരാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ അനുകൂലമല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഈ വിഷ്ണു ഭക്തി ഉണ്ടായി? പിന്നീട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ആസുരികമായിട്ടുള്ള വിദ്യയൊക്കെ അഭ്യസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ഒരിക്കൽ തന്റെ മടിയിലിരുത്തിക്കൊണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട് പ്രഹ്ലാദനോട്. അവിടെ മുതൽ നമുക്ക് ശരിക്കും പ്രഹ്ലാദന്റെ സംവാദമാണ്, ഹിരണ്യകശിപുവുമായിട്ടുള്ള പ്രഹ്ലാദ ഹിരണ്യകശിപു സംവാദം. പിന്നീട് അസുരബാലന്മാരും പ്രഹ്ലാദനുമായിട്ടുള്ള സംവാദം. പിന്നീട് ഭഗവാനുമായിട്ട്, നരസിംഹമൂർത്തിയുമായിട്ടുള്ള സംവാദം സ്തുതി രൂപത്തില്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ പ്രഹ്ലാദന്റെ വാക്കുകളെ ഇവിടെ കാണാൻ പറ്റും. അതിൽ ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ പറയണത് എന്താണ്? ഈ ഗൃഹം എന്ന് പറയുന്നത് ദുഃഖസമ്പൂർണമായിട്ടുള്ള ഗൃഹം, അത് അന്ധകൂപമാണ്. ഗൃഹാന്ധകൂപം ഹിത്വ ആത്മപാദം ഗൃഹം അന്ധകൂപം വനം ഗതോ യത് ഹരിമാശ്രയേത. അപ്പൊ ഗൃഹാന്ധകൂപത്തെ വിട്ട് അതിൽ വീണ് അപകടം പറ്റാതെ, നശിക്കാതെ, ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് സർവാന്തര്യാമിയായിട്ടുള്ള ആ ശ്രീനാരായണനെ ഭജിച്ച് തന്റെ ശേഷകാലം കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമായി എന്ന് ഞാൻ കരുതണു. അതാണ് പ്രഹ്ലാദന്റെ വാക്കുകൾ. അപ്പൊ ജന്മസാഫല്യം എന്ന് പറയുന്നത് ഈശ്വരപ്രേമം വളർത്തലാണ്. ലോകബന്ധങ്ങളെ വിടർത്തി നമുക്ക് ഈ ലോകവുമായിട്ട് പലതരത്തിൽ ബന്ധം ഉണ്ട്, ഒരു തരത്തിലുള്ള ബന്ധനം ഉണ്ട്. അതിനെയൊക്കെ മുറിച്ചു മാറ്റിക്കൊണ്ട്, ഗൃഹാദികളോടുള്ള നമ്മളുടെ സംഘത്തെ മുറിച്ചു മാറ്റിക്കൊണ്ട് ആ ബന്ധങ്ങളെ വിടർത്തി അതിന് സഹായകമായിട്ടുള്ള ശ്രവണകീർത്തനാദികളാകുന്ന നവധാഭക്തിയുടെ പടവുകളിലൂടെ സമ്പൂർണതയെ പ്രാപിക്കണം. അതിനാണ് ഇവിടെ ആ ഭക്തിയുടെ നവഭാവങ്ങളെയൊക്കെ പറഞ്ഞു. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ഇങ്ങനെയൊക്കെ തന്റെ അച്ഛന് തന്നെ ഉപദേശങ്ങളെ കൊടുത്തുകൊണ്ട് പ്രഹ്ലാദൻ നിർഭയനായിക്കൊണ്ട് വർത്തിക്കുന്നു. അവിടെ വിഷ്ണുഭക്തനായിട്ടുള്ള ഈ പ്രഹ്ലാദൻ ഒരുപക്ഷെ തന്റെ മകനായിരിക്കില്ല, ദേവമായയാവും ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ കരുതിയിട്ടാവും ആ ഹിരണ്യകശിപു പ്രഹ്ലാദനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ പല തരത്തിലും ശ്രമിച്ചുവെങ്കിലും ഒന്നും സാധ്യമായില്ല. ഒരിക്കൽ ഗുരുക്കന്മാര് ഈ പ്രഹ്ലാദനെ ഒരു സ്തംഭത്തിൽ ബന്ധിച്ചു നിർത്തിയിരിക്കണു, എവിടെയും പോവാതെ, ആരുമായിട്ടും സംഘമുണ്ടാവരുത് എന്നാണ് ചക്രവർത്തിയുടെ കൽപ്പന. ഏതെങ്കിലുമൊക്കെ സാധുക്കളുമായിട്ടുള്ള സംഘം ഒരുപക്ഷെ ഇനിയും ഇവന്റെ മനസ്സ് മാറ്റും. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കരുത്, ആരുമായിട്ടും സംഘമുണ്ടാവരുത് എന്നൊക്കെ കൽപ്പന കൊടുത്തിട്ടാണ് ആ പ്രഹ്ലാദനെ ബന്ധിച്ച് ഇട്ടിരിക്കണു. ആ സന്ദർഭത്തിലാണ് അസുര ബാലന്മാരുമായിട്ട്, അസുര കുട്ടികളുമായിട്ടുള്ള പ്രഹ്ലാദന്റെ കൂടിച്ചേരല്, അസുര ബാലന്മാരുമായിട്ടുള്ള സംവാദം എന്നാണ് 2 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. ആ അസുരബാലന്മാരും പ്രഹ്ലാദനും തമ്മിലുള്ള ആ ഒരു സംവാദം. കൗമാര ആചരയിൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തഥവ്യ ധ്രുവമർദ്ധതം.
യഥാഹി പുരുഷസ്യേഹ വിഷ്ണോഹ പാദോപസർപ്പണം യഥേഷ് സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃൽ. കൗമാര ആചരയിൽ, കൗമാരം ആവുമ്പോഴേക്കും എന്തു വേണം? ഭാഗവത ധർമ്മങ്ങളെ അറിയാൻ തുടങ്ങണം, അത് അഭ്യസിക്കാൻ തുടങ്ങണം. ആ സമയത്ത് ഒരു പക്ഷേ നമുക്ക് സ്വമേധയാ ഇതൊന്നും ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ, ചെറിയ കുട്ടികളെ നിർബന്ധമായി പിടിച്ചിരുത്തിയും ഭാഗവതം കേൾപ്പിക്കുകയും നാരായണീയം ചൊല്ലിക്കുകയും അതൊന്നും ചെയ്യണമെന്നല്ല അർത്ഥം. നമുക്ക് അതിന് പറ്റിയതായ അവരുടെ ബുദ്ധിയിൽ ഇത് ചെല്ലാൻ പാകത്തിന്. ഇപ്പോ ചിലർക്ക് ചില ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല, ശരീരത്തിന് ഓജസ്സുണ്ടാവാൻ വേണ്ടി ചിലതൊക്കെ കഴിക്കാൻ പറയുകയാണ്. നെയ്യ് കഴിച്ചാൽ മതി, നല്ലതാ, പക്ഷെ നെയ്യ് ഇഷ്ടമല്ല. നെയ്യ് മൂക്കിന്റെ അടുത്ത് കൊണ്ടുപോയാൽ ഛർദ്ദിക്കും. അപ്പൊ എന്ത് ചെയ്യും? ചില കുട്ടികൾ അങ്ങനെയാണ്, നെയ്യ് കൂട്ടി ചോറ് കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ അമ്മമാര് അത് ചെറിയ ചെറിയ സൂത്രപ്പണികൾ, ദോശ ഉണ്ടാക്കുമ്പോൾ ലേശം നെയ്യ് അതിൽ പുരട്ടിയിട്ട് കൊടുക്കും. മറ്റേതെങ്കിലും തരത്തിൽ അവനറിയാതെ ഉള്ളില് ഇത് എത്താൻ പാകത്തിന്, ഗുളിക വിഴുങ്ങാൻ പറ്റാത്തവർക്ക് പഴത്തിൽ വെച്ചിട്ട് വിഴുങ്ങാൻ കൊടുക്കുന്നത് പോലെ ഒക്കെ ചെറിയ കുട്ടികളിൽ ഈ ഭാഗവത ധർമ്മം, അത്തരത്തിലുള്ള ആ വിഷയങ്ങൾ അവരുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നതായ, അവർക്ക് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഈ കാര്യങ്ങളെ പതുക്കെ പതുക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ആ സമയത്ത് കൊടുത്താലേ ഇത് പ്രവർത്തിക്കൂ, വേണ്ടതുപോലെ പ്രവർത്തന സജ്ജമായി തീരൂ എന്നാണ്. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കണു? രാമകൃഷ്ണ പരമഹംസര് പറയും, കെട്ടഴിഞ്ഞു പോയ എന്നാണ്. പൊതികിട കെട്ടഴിഞ്ഞു പോയ കടുകുമണികളെ പോലെയാണ് മനസ്സ് എന്നാണ് പ്രായം ചെല്ലും തോറും. ഒരു പിടി കടുകുമണികള് 100 ഗ്രാമോ 200 ഗ്രാമോ കടുകുമണികള് പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് അതിന്റെ കെട്ടങ്ങട അഴിഞ്ഞു പോയാൽ പിന്നെ എന്തായി? പിന്നെ അത് തിരിച്ച് അതേപോലെ എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ള, ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പൊ മനസ്സ് വിടർന്ന് അതിലേക്ക് പല പല വിഷയങ്ങൾ എത്തിച്ചേരുക, പല മേഖലകളിലേക്കും അത് വ്യാപരിക്കുക. ഇങ്ങനെ വികാസം പ്രാപിക്കും തോറും അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത്, ഏകാഗ്രമാക്കുക എന്നുള്ളത്, വ്യഗ്രമായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. പല ദിശകളിലേക്കും അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഏകാഗ്രമാക്കുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ല സമയം, അനുകൂലമായിട്ടുള്ള സമയം കൗമാര കാലമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കണം. അപ്പൊ നിങ്ങൾക്കാണ് എങ്കിലും, ഇവിടെ അസുരബാലന്മാരോടാണ് ഉപദേശം. നിങ്ങളുടെ സമ്പർക്കം ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ നമ്മളുടെ കൂടെയുള്ള മറ്റ് അസുരന്മാരുമായിട്ടാണ് സമ്പർക്കം. മൂഢന്മാരായിട്ടുള്ള, ആയുസ്സിനെ നശിപ്പിക്കുന്നതായ പ്രവൃത്തികൾ എന്നാണ്. അഹങ്കരിച്ചും ഉണ്ടും ഉറങ്ങിയും, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇതിനു വേണ്ടതായ മാത്രം കാര്യങ്ങളെ നോക്കിക്കൊണ്ട്, അതിനു വേണ്ടതായി മാത്രം പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുന്നവർ എന്നാണ് അസുരന്മാർ. അസുരന്മാരെല്ലാ കാലത്തും ഉണ്ട്. ഭക്ഷണത്തെ എങ്ങനെ സുഖകരമാക്കി തീർക്കാം, എങ്ങനെ സുഖമായി ഉറങ്ങാം. നമ്മൾ എന്തെല്ലാം സാമഗ്രികൾ ഉറങ്ങാൻ വേണ്ടി കൊണ്ടുവയ്ക്കുന്നുണ്ട്, പക്ഷേ ഉറക്കം മാത്രം കിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടും. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഈ ഊണ് കഴിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്നവരിലൊക്കെ ഈ അസുരവാസന ഉണ്ട് എന്ന് സാരം. അപ്പൊ ഇവിടെ ഈ അസുരബുദ്ധിയുള്ളവരുമായിട്ടുള്ള സമ്പർക്കമാണ് നിങ്ങളെ വഴിതെറ്റിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹേ കൂട്ടുകാരെ, നിങ്ങളും ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങണം. ജീവിതത്തിൽ നമുക്ക് ഇതുവരെയുള്ളതായ ഈ അനുഭവങ്ങളെ കണ്ട് നമ്മൾ 3 അവസ്ഥകളിലും വ്യവഹരിക്കുന്ന ലോകം, അല്ലെ? 3 അവസ്ഥകളുണ്ട് നമുക്ക്. ഇതൊക്കെ നാം ഈ പുരാണങ്ങളിൽ കൂടി മുൻപ് കേട്ടിട്ടുള്ളതാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇങ്ങനെ 3 അവസ്ഥകളിലും നമ്മൾ ഓരോരുത്തരും ബുദ്ധിയുടെ ഈ വൃത്തികളുമായി താതാത്മ്യം പ്രാപിച്ചിട്ട് വ്യാമോഹിക്കുകയാണ്. ഇതൊക്കെ സത്യമാണ് എന്ന് കരുതുകയാണ്. അതിന്റെ കാരണം എന്താണ്? അത് അവിദ്യ കൊണ്ടാണ് എന്ന് പറഞ്ഞു, അജ്ഞത കൊണ്ടാണ്. ഇതിനെയും ഗുരുക്കന്മാര് എളുപ്പത്തിൽ ഉദാഹരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലുള്ളവർ പറഞ്ഞു, ഒരു ജുവല്ലറിയില് എളുപ്പമുണ്ട്, എല്ലായിടത്തും കണ്ണാടി പതിപ്പിച്ച ഒരു ജുവല്ലറിയുടെ ഉള്ളിൽ നായ കടന്നതുപോലെ എന്നാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത്.
ചുറ്റും കണ്ണാടി പതിപ്പിച്ച കൂടിന്റെ ഉള്ളിൽ കടന്ന നായയെ പോലെ. ആ നായ നോക്കുമ്പോ പിന്നിലും മുൻപിലും വശങ്ങളിലും ഒക്കെ വേറെ വേറെ നായ്ക്കള്. താൻ ഒന്ന് കുരച്ചാൽ അത് എത്രയോ 10 20 എണ്ണമായിട്ട് ഇങ്ങോട്ട് കുരയ്ക്കണു. ഇങ്ങനെ പല പ്രതിബിംബങ്ങളെ ചുറ്റും കണ്ടിട്ട് ഭയപ്പെട്ടുകൊണ്ടോ കോപത്തോടു കൂടിയോ അതിനോടൊക്കെ യുദ്ധം ചെയ്യുന്ന ഒരു നായയെ പോലെയാണ് ഈ അവിദ്യ ബാധിച്ച ജീവന്മാരൊക്കെ തന്നെ. ഇവിടെ പലതിനോടും തമ്മിൽ തല്ലിയും പലതും നേടാൻ വേണ്ടി പ്രയത്നിച്ചും ഉള്ള കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണം. ആയുസ് തുലച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഉദാഹരണം അദ്ദേഹം വീണ്ടും പറയുകയാണ്. വിദ്വാനാണ് എങ്കിലോ ഈ അവിദ്യ നീങ്ങി നമ്മളിൽ ജ്ഞാനം പ്രകാശിക്കണമെങ്കിലോ എന്തായി തീരണു? അറിവുള്ള ഒരു മനുഷ്യൻ അവിടെ കടന്നാൽ എന്നതുപോലെ എന്നാണ്. ചുറ്റും കണ്ണാടി പതിപ്പിച്ച ഒരു മുറിയിൽ നമ്മളെ കൊണ്ടുവിട്ടാൽ നമുക്കൊരു പരിഭ്രമമില്ല. മനുഷ്യനെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് അറിയാതെ നിർത്താൻ പറ്റിയ ഒരിടം അത് മാത്രമേ ഉള്ളൂ. ഒരു സംശയമില്ല എന്നാണ്, ഏതു പ്രായത്തിലും. ഇതിന് രസകരമായിട്ട് പറയാറുണ്ട് അല്ലെ, ഒരു ഉദാഹരണം എന്നാണ്. വലിയ ഒരു കെട്ടിടത്തിലെ ഒരു മുകളിലേക്ക് പോവാൻ നിലകൾ 5, 6, 7 ഒക്കെ ഉണ്ട്. അതിലേക്ക് പോവാൻ ആകെ ഒരു ലിഫ്റ്റേ ഉള്ളൂ എന്നാണ്. അപ്പൊ അവിടെ താമസിക്കണവര് പരാതി പറഞ്ഞു, നിങ്ങൾ ഒരു ലിഫ്റ്റ് കൂടി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വലിയ ബഹളം. അപ്പൊ മാനേജ്മെന്റ് ആലോചിച്ചു, രണ്ടാമതൊരു ലിഫ്റ്റിനുള്ള പ്രൊവിഷൻ ഇല്ല, സാമ്പത്തിക ചെലവ് അധികമാണ്. അപ്പൊ അവിടെ ബുദ്ധിയുള്ള ഒരാള് മാനേജ്മെന്റ് സ്റ്റാഫ് പറഞ്ഞു, സാറേ ഒരു ലിഫ്റ്റ് പണിയണ്ട, ഏറ്റവും ചോട്ടിലത്തെ നിലയിൽ ലിഫ്റ്റിന്റെ ഡോറിന്റെ മുൻപിൽ ഒരു കണ്ണാടി വെച്ചാൽ മതി എന്നാണ്. അതെങ്ങനെയാ? അത് മതി, ഒരു നല്ല നിലക്കണ്ണാടി ഒട്ടിച്ചു വെച്ചാൽ മതി. ലിഫ്റ്റ് കയറാൻ വരണവര് ബട്ടൺ അമർത്തിയിട്ട് എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളും. ലിഫ്റ്റ് വരാത്തതിൽ അവർക്ക് ഒരു പരാതിയും ഉണ്ടാവില്ല. അപ്പോൾ കണ്ണാടിയിൽ നമ്മുടെ പ്രതിരൂപം കണ്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളത് ഏതു പ്രായത്തിലും നമുക്ക് സുഖകരമായ ഒരു കാര്യം തന്നെയാണ്. പല വശങ്ങളിൽ നിന്നും പല ആംഗിളുകളിൽ നിന്നും നമ്മളുടെ ആ രൂപം എങ്ങനെയുണ്ട്. അപ്പൊ ഒരു കണ്ണാടിയിൽ നമ്മളുടെ പ്രതിബിംബം കാണുന്ന ഒരു മനുഷ്യന് ഭ്രമമില്ല, അവനൊരു തരത്തിലുള്ള സംഭ്രമം അവിടെ ഉണ്ടാവണില്ല. അതിനെ ആസ്വദിച്ചുകൊണ്ട് അവന് നിൽക്കാൻ കഴിയുന്നത് പോലെ എന്നാണ്. അതാണ് ജ്ഞാനിയുടെ അവസ്ഥ എന്നാണ്. നേരെ മറിച്ച് ഈ നായ അതിന്റെ അകത്ത് കിടന്നപ്പോ അജ്ഞാനം കൊണ്ട് അവിദ്യ കൊണ്ട് അതിനറിയില്ല, അത് കരുതണു ഇതൊക്കെ തന്നെ തന്റെ ശത്രുക്കളാണ്, എന്നിട്ട് അതിനോടൊക്കെ യുദ്ധം ചെയ്യണു. അതേപോലെയാണ്. അപ്പോ ഇവിടെ ഈ വൃത്തികളൊക്കെ ആയിട്ട് സ്വപ്ന ദൃശ്യങ്ങളുമായിട്ട് ജാഗ്രത്തിലെ നമ്മളുടെ ലോകവുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് അങ്ങനെ ജീവിക്കുക. അപ്പൊ ഈ ഭ്രമം, ഈ ഒരു പ്രതിഭാസം ഇല്ലാതെയായി സത്യം പ്രകാശിക്കുന്നതായ ആ ഒരു സന്ദർഭം, ആ ഒരു അവസരം എപ്പോഴാണോ ഈ അവിദ്യ ഇല്ലാതെ ആവുന്നത്, അതോടുകൂടി നമുക്ക് ഈ ഭ്രമം ഇല്ലാതെയാവണമെന്നാണ്. അപ്പൊ ഏറ്റവും വിലപിടിച്ചതായ, ഏറ്റവും നമുക്ക് അനുകൂലമായ ഒരു കാലം, അതിനെയാണ് കൗമാരം എന്ന് പറഞ്ഞത്. തഥാപി അധ്രുവം അർത്ഥതം എന്നാണ്. രണ്ട് തരത്തിൽ പറഞ്ഞു, രണ്ട് ഇതായിട്ട് പറഞ്ഞു. അധ്രുവവുമാണ് അർത്ഥതവുമാണ് എന്നാണ്. ഇപ്പൊ മനുഷ്യന്റെ ആകെ ആയുസ്സിനെ എടുത്താൽ തന്നെ അത് അധ്രുവമാണ്, ഉറപ്പ് ഇല്ലാത്തതാണ്. ഇത്ര കാലയളവ് എന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്തതാണ്. എപ്പോ വേണമെങ്കിലും ഈ ശരീരം വീണു പോകാം. അതുകൊണ്ട് അധ്രുവം. അർത്ഥതവുമാണ്, വാല്യുബിൾ ആണ്, മൂല്യമുള്ളതാണ്. നമുക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സാക്ഷാത്കാരം സാധ്യമാവണു ഈ മനുഷ്യജന്മം കൊണ്ട്. ഇനി കൗമാരം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും തോറും യൗവനമാവുമ്പോൾ എന്തു സംഭവിക്കണു? ആഗ്രഹങ്ങളെ കൊണ്ട്, പലതരത്തിലുള്ള കർമ്മങ്ങളെ കൊണ്ടുമൊക്കെ എന്താവണു? വാസന മലിനമാവണു എന്നാണ്. ചിത്തം മലിനമായി തീരണു, അത്യന്തം മലിനമായിട്ട് തീരണു എന്നാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞു വാർദ്ധക്യം വരെയൊക്കെ നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴോ കഴിഞ്ഞു പോയതിനെ കുറിച്ച് നിരാശപ്പെട്ടുകൊണ്ടും പ്രയോജനമില്ലാത്ത പ്രവൃത്തികളെ ചെയ്തുകൊണ്ടും എന്നാണ്, വ്യർത്ഥമായ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടും കാലം കഴിച്ചു കൂട്ടും എന്നാണ്. അതുകൊണ്ടാണല്ലോ ശങ്കരാചാര്യ സ്വാമികള് ആ
നമുക്കൊക്കെ വളരെ ഹൃദ്യമായ, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ആ ഒരു സ്തുതി അദ്ദേഹം ചൊല്ലിയത്. ആചാര്യ സ്വാമികളുടെ കൃതി എന്നറിയപ്പെടുന്ന ഭജഗോവിന്ദം പറയാറുണ്ട്. കാശിയിൽ വെച്ച് ഒരു വാർദ്ധക്യം ബാധിച്ച ഒരു വൃദ്ധൻ എന്നാണ്, വളരെയധികം പ്രായമായ ഒരാള് വേദാന്തമൊക്കെ, സംസ്കൃതത്തിന്റെ വ്യാകരണ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥം 7 വയസ്സിനൊക്കെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഉച്ചരിച്ച് ചൊല്ലി പഠിക്കേണ്ട അതിലെ ആ ശ്ലോകങ്ങൾ കാണാതെ പഠിക്കണം, ബൈഹാർട്ടാക്കണം, എന്നിട്ട് ചൊല്ലി 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 അത് ഉറപ്പിക്കണം. അങ്ങനെ ചെറിയ പ്രായത്തിൽ ഉരുവിട്ട് പഠിക്കേണ്ട ആ വരികള്, ആ സൂത്രങ്ങളെ 87-ാം വയസ്സിൽ കുത്തിയിരുന്ന് പഠിക്കണ ഒരു വൃദ്ധനെ കണ്ട സമയത്താണ് അദ്ദേഹം ഇത് ചൊല്ലിയതെന്ന് പറയാറുണ്ട്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതിപ്പോ കാശിയില് ആചാര്യസ്വാമികൾ അത് കണ്ടപ്പോ അദ്ദേഹം അന്ന് അങ്ങനെ ചൊല്ലിയെന്നേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയിരുന്നത്. 2014 ഓഗസ്റ്റ് വരെ അങ്ങനെ കരുതിയിരുന്നത്. അതെന്താ, ഓഗസ്റ്റില് ഒരു അത്ഭുതം കണ്ടു. നമുക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു ഭജഗോവിന്ദമൊക്കെ എഴുതണ്ടേ. ഒരു ദിവസം ഇതേപോലെ ഒരു സത്രമല്ല, ചെറിയൊരു ഭാഗവത സദസ്സ്, മറ്റൊരു പുരാണ യജ്ഞ സദസ്സാണ്, ഗണേശ പുരാണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ചു സമയം വായിക്കുക, കുറച്ചു സമയം അതിന്റെ പ്രഭാഷണമൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു വേദിയിലാണ്. കുറച്ചു പേരേ ഉള്ളൂ സദസ്സില്. അപ്പൊ നമുക്ക് വളരെ അടുത്ത് കാണാം, എല്ലാവരെയും ഒക്കെ വ്യക്തമായിട്ട് കാണാം. അപ്പൊ 2-3 ദിവസം ശ്രദ്ധിച്ചു. കുറച്ച് പുറകിലായിട്ടിരിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരാള്, അദ്ദേഹം വളരെ ബദ്ധശ്രദ്ധനായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ചിലരൊക്കെ കാണാറുണ്ട്, ചിലരൊക്കെ എഴുതിയെടുക്കും, എന്തിനാന്നറിയില്ല. ചിലരൊക്കെ അത് പുസ്തകത്തിൽ എവിടെയാണ് ശ്ലോകമെന്ന് നോക്കും. പലതും അങ്ങനെ, ഇത് അങ്ങനെ എന്തെങ്കിലും ആവും എന്ന് കരുതി ഒരു പ്രാവശ്യം ഒരു സമയത്ത് മറ്റൊരാൾ പാരായണം ചെയ്യുമ്പോൾ വെറുതെ എല്ലാവരും ഇരിക്കണു, ആ സദസ്സിന്റെ പുറകിൽ കൂടി ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് പതുക്കെ ഇദ്ദേഹത്തിന്റെ പിന്നിൽ പോയി നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കയ്യില് ഏതാണ്ട് ഈ ഭാഗവതത്തിന്റെ വലിപ്പമുള്ള ഒരു സാധനമുണ്ട്. ഇപ്പൊ നമ്മളുടെയൊക്കെ കയ്യിലുണ്ടാവൂല്ലേ. അതില് അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ടൊരു എന്തോ തട്ടിക്കൊണ്ടിരിക്കുക. പിന്നീടാണ് നോക്കിയപ്പോ ആംഗ്രി ബേർഡ്സ്, ഒച്ചയില്ല, ഒച്ച കേൾക്കാൻ പാടില്ലല്ലോ, അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രായമായ ഒരാളാണ്, ഒരു യജ്ഞശാലയിൽ വന്നിരുന്നിട്ട് ഇത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പറയും കഷ്ടം, മഹാപാപല്ലേ. ഒരു പാപവുമില്ല, അത് വാസനയാണ്, സംശയമൊന്നുമില്ല. മനസ്സിന്റെ സ്വഭാവം അതാണ്. മനസ്സിന് എന്തില്ലെങ്കിലും എവിടെയെങ്കിലും മനസ്സിനെ നിർത്താതെ പറ്റില്ല. അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങണം. ഇരുന്നോ കിടന്നോ ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, ജാഗ്രത അവസ്ഥയിൽ മനസ്സ് എവിടെയെങ്കിലും നിർത്തിയേ പറ്റൂ. അപ്പൊ അതിന് താല്പര്യമുള്ളത് കൊടുക്കുക, അതല്ലേ നിവൃത്തിയുള്ളൂ. ഇതൊന്നും മനസ്സിന് പറ്റില്ല. അത്രയ്ക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെങ്കിൽ അത്ര താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അത്രയും അലർട്ടായിട്ടൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ മനസ്സ് പതുക്കെ 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 വേറെ എന്തിലേക്കിലൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങും. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ തോന്നണു. എന്നാ ഈ ഒരു യജ്ഞശാലയിൽ വന്നിരുന്നു കൊണ്ട് കുറച്ചു സമയം എന്തെങ്കിലുമൊക്കെ നല്ലത് കേൾക്കുക, 10 നാമം ജപിച്ചുകൊണ്ടിരിക്കുക, അത് തോന്നില്ല എന്നാണ്. അപ്പോൾ വാർദ്ധക്യത്തില് കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തും നേടാൻ പറ്റാത്തതിനെ കുറിച്ച് പരിതപിച്ചുകൊണ്ടും ഒക്കെ കാലം കഴിയുന്നതാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആയുസിന്റെ സിംഹഭാഗം പോയില്ലേ എന്നാണ്. ചക്ക മുറിക്കണത് പോലെ എന്നാണ്. എന്ത് വിലയായിരുന്നു കഴിഞ്ഞ വർഷം ഒരു ചക്കയ്ക്ക്? 50 രൂപ. പണ്ടൊക്കെ നാട്ടിൻപുറത്ത് ഇത് വെറുതെ വീണു പോണു, ആർക്കും വേണ്ടാതെ. ഇത് 50ഉം 100ഉം കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോണത് കണ്ടു, അത്ഭുതം തോന്നിയെന്ന്. അങ്ങനെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നു, നല്ല വലിപ്പമുണ്ട്, പാകമായതാണ് എന്ന് കരുതി കൊണ്ടുവന്ന് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് 4, 3, 7 ചുളയുണ്ട്. അതിന്റെ ചവണിയും കൂഞ്ഞിയും കുരുവും ഒക്കെ വെട്ടിക്കളഞ്ഞപ്പോ ആകെ ഒരു പിടി, നാഴി തികയില്ല. അത് മുറിച്ചു, അത് വേവിച്ചു, 4 ആൾക്ക് മുഴുവൻ കഴിക്കാനില്ല. ഇതേപോലെയല്ലേ നമ്മളുടെ ആയുസ്സും എന്നാണ്. ഇതിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് ചെത്തി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതില് സത്തായിട്ട് പ്രവർത്തിക്കാൻ കിട്ടുന്നതായ ആ ഒരു പിരീഡ് എത്രയുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ്. വളരെ കുറച്ച് കാലയളവേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്ന വസ്തുത മനസ്സിലാക്കണം എന്നാണ്. ഇനി ശരിയാണ്, ബാല്യം പോയി, യൗവനത്തിൽ പല വിഷയങ്ങളുടെ പിന്നാലെ
ചിന്തിച്ചുകൊണ്ടും നേടാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും ഒക്കെ വ്യഗ്രതയോടുകൂടി പോയി. വാർദ്ധക്യം അങ്ങനെ പോയി. ഇനി കിട്ടിയതായ കുറച്ചു കാലം എന്നാണ്, നന്നതായിട്ട് പ്രവർത്തിക്കാൻ കിട്ടിയ കാലം വേണ്ടതുപോലെ ഉപയോഗിച്ചോ അതൊട്ടില്ലതാനും എന്നാണ്. കുറച്ചേ ഉള്ളൂ, കുറച്ചേ കിട്ടിയുള്ളൂ. ആ കിട്ടിയത് നന്നായിട്ട് ഉപയോഗിക്കുക, അതും ചെയ്യണില്ല. അതാണ് ഈ പുരാണങ്ങളിൽ പറയുന്ന കഥാപാത്രങ്ങളും നമുക്കും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. അവിടെ അയാള് യുക്തിവാദിയാവട്ടെ ഭക്തനാവട്ടെ ഏത് കഥാപാത്രത്തെ എടുത്തു നോക്കിക്കോളൂ, അവിടെ എന്താണ് ആ കഥാപാത്രം നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത്? അവർ ജീവിതം അവരുടെ പ്രകൃതത്തെ അനുസരിച്ച് അവർ നന്നായി ആസ്വദിച്ചിരുന്നു എന്നാണ്. നമുക്ക് അതും പറ്റണില്ല. ഇത് വേണ്ടതുപോലെ മുഴുവനായിട്ട് ആസ്വദിക്കുകയില്ല. ഈ TV കൊണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ പോലെയാ. ഭക്ഷണത്തിന്റെ സ്വാദും ശരിയാവില്ല, അറിയില്ല, അതും നേരെയാവില്ല. എന്നാൽ അത് കഴിക്കുമ്പോഴെങ്കിലും സാമാന്യം പോലെ സ്വാദൊക്കെ അറിഞ്ഞ് ശ്രദ്ധയോടുകൂടി അതിനും നമുക്കറിയില്ല, പറ്റണില്ല. അപ്പൊ ശേഷിക്കുന്ന ആയുസ്സിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നില്ല. ഈ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ചക്ക മുറിച്ച് അടുപ്പത്ത് വെച്ചു, അല്ലെങ്കിൽ മുറിച്ചു വെച്ചിട്ട് കൈ വൃത്തിയാക്കാൻ ഇത്തിരി മണ്ണെണ്ണ എടുത്തു. അത് കയ്യിൽ ഒഴിച്ചപ്പോ കുറച്ച് ഈ ചക്കയിലും വീണു. ഭംഗിയായി. പാടുപെട്ട് 150 റുപ്യ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് 4 ആള് ചുറ്റും ഇരുന്ന് വെട്ടി ഒരുക്കി പാത്രത്തിലാക്കി കയ്യിലെ ഇത് കളയാൻ വേണ്ടി, ചക്കമുളഞ്ഞ് കളയാൻ വേണ്ടി മണ്ണെണ്ണ കുപ്പി എടുത്ത് ചൊരിഞ്ഞതാണ്. അതിലും കുറച്ച് വീണു. അങ്ങനെ തന്നെ പുറത്തു കൊണ്ട് കൊട്ടിയാൽ മതി. ഇതേപോലെയാണ് ജീവിതം. കുറെയൊക്കെ കളഞ്ഞു, അങ്ങനെ ഇങ്ങനെയും പോയി. ഇനി അവശേഷിക്കുന്ന അതിന്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പ്രയോജനപ്രദമായ ആ ഒരു ഭാഗത്തിനെയോ ഉപയോഗിക്കണമില്ല. ഇതാണ് ഇവിടെ ശരിക്കു പറഞ്ഞാൽ പ്രഹ്ലാദൻ അസുരപാലന്മാർക്ക് നമ്മള് ഈ കിട്ടിയതായ ആ ഒരു മനുഷ്യജന്മത്തിനെ അവിടെ വേണ്ടതുപോലെ അതിനെ ഉപയോഗിക്കാതെ ആയുസ്സിനെ പാഴാക്കി കളയുകയാണ്. അതുകൊണ്ട് ഈശ്വരഭജനം ചെയ്യണം എന്ന് തന്റെ കൂട്ടുകാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ വേറെ ഒന്നും വേണ്ട. ആ ഉപദേശത്തിന്റെ ഒടുവിൽ നമുക്ക് കാണാൻ പറ്റും, നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോ നേജ്യ ന ശൗചം ന വൃതാനിച്ച. നമ്മൾ ദ്വിജനാവണമെന്നോ ദേവനാവണമെന്നോ ഋഷിയാവണമെന്നോ ഇതൊന്നും ആവശ്യമില്ല. ഈ ഭഗവത് പ്രീതി, ഭഗവത് അനുഗ്രഹം നമ്മളിലേക്ക് വരാൻ, ആ ഭഗവത് പ്രീതിക്ക്, ഭഗവത് അനുഗ്രഹത്തിന് നമ്മൾ ദാനം ചെയ്യണവരായിരിക്കണം എന്നില്ല, വ്രതാനുഷ്ഠാനം ചെയ്യണവരായിരിക്കണം എന്നില്ല, യമനിയമങ്ങളൊക്കെ ആവണം എന്നില്ല. ഇതൊന്നും കൊണ്ടും തന്നെ ഈശ്വരനെ സന്തോഷിപ്പിക്കുന്നതല്ല ഈ പ്രവൃത്തികൾ ഒന്നും തന്നെ എന്നാണ്. സ്വധർമാനുഷ്ഠാനങ്ങളോ കുലധർമാനുഷ്ഠാനങ്ങളോ വ്രതാദികളോ യമനിയമാദികളോ തീർത്ഥാടനമോ പൂജയോ യോഗമോ യാഗമോ ഒന്നും തന്നെ ഈശ്വരപ്രീതികരങ്ങളല്ല. എന്തിനാണ് ഈ അനുഷ്ഠാനങ്ങൾ പറഞ്ഞു വെച്ചത്? അതൊക്കെ അവരവരുടെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടെന്ന്. നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ആ മനസ്സിനൊരു തൃപ്തി വരാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തരത്തിൽ ചെയ്യണു. അത് നമ്മളുടെ സ്വഭാവം അനുസരിച്ച്. ചിലർക്ക് ദാനം ചെയ്യാനാണ് ഇഷ്ടം, ചിലർക്ക് ഹോമാദികളാണ് ഇഷ്ടം, ചിലർക്ക് മറ്റു തരത്തിലുള്ള മാനവ സേവയാണ് ഇഷ്ടം. അത് ഏത് മാർഗമാവട്ടെ, ഏത് യോഗമാർഗമാവട്ടെ അതിനെ സ്വീകരിച്ചോളൂ, അത്രയേ ഉള്ളൂ. അതൊക്കെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ്, അല്ലാതെ അത് ഈശ്വര പ്രീതിക്കാണ് എന്ന് ധരിക്കേണ്ടതില്ല. ഇത് എന്തുകൊണ്ടാണ് അവിടുന്ന് സന്തോഷിക്കുക? പ്രിയതേ അമലയാ ഭക്തിയ ഹരിരന്യത് വിടംബനം. നിഷ്കളങ്കമായിട്ടുള്ള പ്രേമം ഒന്നുകൊണ്ട് മാത്രമേ അവിടുന്ന് സന്തോഷിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നതായ ആ പ്രഹ്ലാദന്റെ അസുരബാലന്മാരോടുള്ള ഉപദേശത്തെ കേട്ടിട്ടാണ് പിന്നീട് ഹിരണ്യകശിപു ക്രുദ്ധനായിക്കൊണ്ട് പ്രഹ്ലാദന്റെ സമീപത്തേക്ക് വരണതും, എവിടെയാണ് നിനക്കൊക്കെ ഇങ്ങനെ പിൻബലം ആയിട്ട് ഈ വാക്കുകൾ പറയാൻ, എന്നെ ധിക്കരിക്കുവാൻ, നിന്റെ ഗുരുക്കന്മാരെ ധിക്കരിക്കുവാൻ, ഇങ്ങനെയൊക്കെ നിനക്ക് പിൻബലമായിട്ടുള്ള ആ വിഷ്ണു എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ പറയണു പ്രഹ്ലാദൻ എല്ലായിടത്തും ഉണ്ട്, സർവാന്തര്യാമിയാണ് ഭഗവാൻ, എല്ലായിടത്തും എനിക്ക് ആ ഭഗവാനെ കാണാൻ പറ്റണു. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പ്രഹ്ലാദൻ പറയണു,
ഹിരണ്യകശിപു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ തൂണിലില്ല, അവിടെയും ഉണ്ട് ദൃശ്യതയെ, അവിടെയും ഞാൻ കാണണമെന്നാണ്. ആ സമയത്താണ് വർദ്ധിച്ചതായ കോപത്തോടു കൂടിയിട്ട് ഹിരണ്യകശിപു തന്റെ കയ്യിലുള്ള വാളിന്റെ പിടിയും മുഷ്ടിയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തൂണില് താടനം ചെയ്യുമ്പോൾ തൂണ് പിളർന്ന് ഭഗവാൻ നരസിംഹാവതാരത്തെ ചെയ്തു എന്നും ഒക്കെ ഇവിടെ പറഞ്ഞു. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യത അത്യദ്ഭുതം രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. നരസിംഹ അവതാരത്തെ സ്വീകരിച്ച ഭഗവാൻ ഹിരണ്യകശിപുവുമായിട്ട് യുദ്ധം ചെയ്തു. ഹിരണ്യകശിപുവിനെ പിന്നീട് സന്ധ്യാസമയമായപ്പോ നിഗ്രഹിച്ചു. അങ്ങനെ നരസിംഹ അവതാരത്തെ പറഞ്ഞു. ആ നരസിംഹമൂർത്തിയുടെ മുൻപിൽ കോപത്തെ സ്വീകരിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ആ ഹിരണ്യകശിപുവിന്റെ ശരീരത്തിൽ നിന്നും കുടൽമാലകളൊക്കെ പുറത്തെടുത്തിട്ടും ആ രക്തം പാനം ചെയ്തു. അങ്ങനെയൊക്കെ ശരീരമൊക്കെ രക്തപങ്കിലമായിട്ട് നരസിംഹമൂർത്തിയുടെ താടിരോമങ്ങളൊക്കെ രക്തം കൊണ്ട് അങ്ങനെ തർപ്പണം ചെയ്യപ്പെട്ടതുപോലെ ആയിരിക്കണം. കണ്ണുകളാണ് എങ്കിൽ അഗ്നി ഗോളങ്ങൾ പോലെയാണ്. ഇപ്പോ ലോകം മുഴുവനും ആ നേത്രാഗ്നിയിൽ ഭസ്മമാവുമെന്ന് തോന്നും. ഇങ്ങനെ കോപത്തെ സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള നരസിംഹമൂർത്തിയെ ഒന്ന് സ്തുതിക്കാൻ പോലും ദേവന്മാർക്ക് കഴിയണില്ല എന്ന്. ആ ഒരു സന്ദർഭത്തിലാണ് പ്രഹ്ലാദൻ, ബന്ധനത്തിലായിട്ടുള്ള പ്രഹ്ലാദനെ ബ്രഹ്മാവ് മോചിപ്പിച്ചു എന്നും പ്രഹ്ലാദൻ പിന്നീട് സ്തുതിക്കുന്നു എന്നുമാണ്. അപ്പൊ നരസിംഹ അവതാര കഥയിൽ നമ്മൾ അതിന്റെ അവസാന ഭാഗത്തിൽ കാണുന്നത് ഒരു വലിയ അധ്യായം മുഴുവനും പ്രഹ്ലാദന്റെ സ്തുതിയാണ്. വളരെ പ്രസിദ്ധമായ ഒരു സുദീർഘമായിട്ടുള്ള സ്തുതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ബ്രഹ്മാദയസുരഗണാമനയോധ സിദ്ധാസത്വൈകദാനമതയോ വജസാം പ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാപി വിപ്രുഗും തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ മന്യേധനാഭിജനരൂപതപശ്രുതൗജസ്തേജ പ്രഭാവബലപൗരുഷബുദ്ധിയോഗാഃ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഇവിടെ പ്രഹ്ലാദന്റെ വാക്കുകൾ ആരംഭിക്കുന്നത് ബ്രഹ്മാദികളാകുന്ന ദേവന്മാര്, മറ്റ് ഋഷീശ്വരന്മാര്, സത്വഗുണപ്രധാനന്മാരായിട്ടുള്ള ഇവർക്ക് ഇവരുടെ വാക്കുകളിൽ അങ്ങയെ ശാന്തമാക്കാൻ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ പോന്നത് ഒന്നുമില്ല എങ്കിൽ പിന്നെ അസുരബാലനായിട്ടുള്ള തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും കലർപ്പുള്ള എന്റെ വാക്കുകളെ കൊണ്ട് എങ്ങനെ അങ്ങ് സന്തോഷിക്കും? ഇതാണ് ഇവിടെ ഈ സ്തുതി ആരംഭിക്കുമ്പോൾ പറയുന്നത്. ഇങ്ങനെ നമ്മൾ അതിലെ ഓരോ ശ്ലോകങ്ങളെയും, നമ്മളിലൊക്കെ മിക്കവാറും പേർക്കും വ്യാഖ്യാനങ്ങളൊക്കെ കയ്യിലുള്ളവരാവും, അതൊക്കെ നോക്കി നമുക്ക് സമാധാനമായിട്ട് ആ ശ്ലോകത്തിന്റെ ഓരോ ശ്ലോകത്തിന്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പൊ ഇവിടെ ഈ പ്രഹ്ലാദ സ്തുതിയെ ഒട്ടാകെ എടുത്ത് അതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഭക്തി, കർമ്മം, ജ്ഞാനം എന്നീ 3 തത്വശാസ്ത്രങ്ങളെയുമാണ് പ്രഹ്ലാദ സ്തുതിയിൽ പ്രഹ്ലാദൻ നിരൂപണം ചെയ്യുന്നത്. ഇങ്ങനെ ഈ 3 വിഷയങ്ങളെയും 3 ഘടകങ്ങളെയും തന്റെ വാക്കുകളിൽ കൂടിയിട്ട്, വരികളിൽ കൂടിയിട്ട് അവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ അതിലാദ്യം തന്നെ ഭക്തി എന്നുള്ള ആ ഒരു കാര്യം, ഭക്തി എന്നുള്ള ആ യോഗം അല്ലെങ്കിൽ മാർഗം. പ്രേമം കൊണ്ട് നമുക്കൊരു വസ്തുവിനോട് അടുപ്പം ഉണ്ടാവുന്നു. നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് ഈശ്വരനോട് അല്ല എങ്കിലും അതിന് സമാനമായ എന്നാണ്. ഈശ്വരാംശം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവരോട് നമുക്ക് അടുപ്പം ഉണ്ടാവുന്നത്. പക്ഷെ അത് അതേ തലത്തിൽ, ആ ഗൗരവത്തിൽ നമുക്ക് എടുക്കാൻ കഴിയണില്ല, ഉൾക്കൊള്ളാൻ കഴിയണില്ല. അതാണൊരു പോരായ്മ. അപ്പൊ നമുക്ക് വസ്തുക്കളോട്, പദാർത്ഥങ്ങളോട്, വ്യക്തികളോടൊക്കെ ഉണ്ടാവുന്ന ആ ഒരു അടുപ്പം പ്രേമം കൊണ്ടാണ്. ഇത് ക്രമേണ ഏകീഭാവത്തിൽ എത്തിച്ചേരുന്നതാണ്. അതാണ് ഈ ദാമ്പത്യ ഭാര്യാഭർത്തൃബന്ധത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രസ്താവന യോജിക്കുക. ഏകീഭാവം വരുന്നതാണ്. അമ്മയ്ക്കും മകനുമോ അല്ലെങ്കിൽ അച്ഛനും മകൾക്കുമോ മറ്റേത് ബന്ധങ്ങൾക്കും, നമ്മൾ പറയുന്ന രക്തബന്ധങ്ങൾക്കും ഒന്നും ഇത് അത്ര പറ്റില്ല. അവിടെ ഉണ്ട്, പക്ഷെ
ഭാര്യാഭർത്തൃബന്ധത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ഏകീഭാവം വരിക. അതായത് നമ്മളുടെ സാധാരണ തലത്തിൽ നിന്ന് കാണുമ്പോൾ. അപ്പൊ ഇങ്ങനെ പ്രേമം കൊണ്ട് നമുക്ക് അടുപ്പം ഉണ്ടാവുകയും ക്രമേണ ഏകീഭാവം വരികയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഒട്ടും തന്നെ സംശയമില്ലാതെ പൂർണ്ണമായിട്ടുള്ള ആ പ്രേമഭാവത്തിന് മാത്രമേ ഈ ഏകീഭാവം എന്നുള്ളത് സാധ്യമാവൂ. ഈ ഏകീഭാവത്തിന്റെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പ്രേമഭാവത്തിന്റെ കുറവ് കൊണ്ടാണ് ദേവന്മാർക്ക്, അവർക്കറിയാം എന്തിനാണ് നരസിംഹാവതാരം, ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ. എന്താ ഇപ്പോ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കേണ്ടതിന്റെ ആവശ്യം? അതും ദേവന്മാരുടെ ആവശ്യമാണ്. അല്ലാണ്ട് മഹാവിഷ്ണുവിന് ഭഗവാൻ എന്താ ആവശ്യം? ഒരാവശ്യമില്ല. അയാൾ അസുരനായാലും അയാൾ മനുഷ്യനായാലും അയാൾ ദേവനായാലും ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ഇവിടെ ദേവന്മാരുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടാണ് അവതരിച്ചത്. അവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ഭയത്തെ ഇല്ലാതെയാക്കാനാണ്. ഇതൊക്കെ അറിയാമെങ്കിലും അപ്പൊ രക്ഷിതാവായിട്ട്, ഞങ്ങൾക്കൊക്കെ രക്ഷിതാവായി വന്ന ആ നരസിംഹമൂർത്തിയെ സമീപിക്കാൻ അവർക്ക് എന്തോ ഒരു ഭയം. ഈ ഏകീഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ കഥകളിയിലൊക്കെ അല്ലെങ്കിൽ ഒരു നാടകത്തില് നരസിംഹ വേഷം കാണുന്ന കാണികൾക്ക്, ഓഡിയൻസിന് ചിലപ്പോൾ ഭയം ഉണ്ടാവും. അന്തരീക്ഷമൊക്കെ ആകെ അങ്ങോട്ട് മാറി, ഇരുട്ട്, പെട്ടെന്ന് ചുവന്ന പ്രകാശം, നരസിംഹമൂർത്തി അവതരിക്കുന്നു, ഒന്ന് ഞെട്ടും ചിലപ്പോ. അതേ നരസിംഹ വേഷം കെട്ടിയ നടൻ അണിയറയിൽ ഇരിക്കുകയാണ്, സമയമായിട്ടില്ല. അവിടെ ഹിരണ്യകശിപു പ്രഹ്ലാദനുമായിട്ട് സംവാദം നടന്നുകൊണ്ടിരിക്കണു. എവിടെയാടാ നിന്റെ വിഷ്ണു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്പുറത്ത് ചിലപ്പോൾ വീഡിയോ ഒക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നടൻ. ശബ്ദ ടൈം ആ സമയമാകുമ്പോഴേ ആൾ ഇറങ്ങുള്ളൂ. അങ്ങനെ ഈ നടൻ പുറകില് അണിയറയിൽ ഇരിക്കുമ്പോഴാണ് ഈ നടന്റെ കുട്ടിയുണ്ട്, അത് അവിടെയൊക്കെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അണിയറയിൽ കയറി വന്നപ്പോ അച്ഛൻ ഇരിക്കണു, വേഗം ഓടി വന്ന മടി കയറിയിരുന്നു, താടിയുമില്ലൊക്കെ പിടിച്ചു വലിക്കുന്നു, കിരീടമൊക്കെ ഇളക്കണു. ആ കുട്ടിക്ക് ഒരു ഭയമില്ല. എന്താ അത്? തന്റെ അച്ഛനാണെന്ന് ആ കുട്ടിക്ക് അറിയാം. അപ്പൊ ഈ പ്രേമഭാവം, ഈ ഏകീഭാവം ഉള്ളത് കൊണ്ട് ആ കുട്ടിക്ക് അതിനോട്, ആ രൂപത്തിനോടൊരു ഭയവുമില്ല. നേരെ മറിച്ച് ഈ കാണികൾക്ക്, പ്രേക്ഷകർക്ക് താൽക്കാലിക ദശയിലാണെങ്കിൽ, കുറച്ച് സമയത്തേക്കാണെങ്കിലും ഒരു ഭയം ഉണ്ടാവണം. അതിന്റെ കാരണം ഇതാണ്. അവിടെ ഇത് നടനാണ് എന്നോ അല്ലെങ്കിൽ ഇത് മറ്റൊരാളാണോ എന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാവണില്ല. അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ടുള്ള പ്രേമം വിതർക്ക ലേശമില്ലാതെ എന്നാണ്, ഒട്ടും സംശയമില്ലാത്തതായിട്ടുള്ള ഒരു പ്രേമഭാവം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടുള്ള വിശ്വാസമാണ്. അറിവ് പോലും എന്നാണ്, നമ്മൾ പലതരത്തിൽ നേടുന്നതായ അറിവ് പോലും സെക്കൻഡറിയാണ്, രണ്ടാമതാണ് എന്നാണ്. സമ്പൂർണമായിട്ടുള്ള വിശ്വാസം എന്നാണ്. അറിവ് ഇല്ലാത്തവനും പൂർണ്ണമായ വിശ്വാസമുണ്ട് എങ്കിൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. നമുക്ക് പല യോഗികളുടെയും സാധാരണന്മാരുടെയും ഒക്കെ ജീവിതം പരിശോധിച്ചാൽ ഈ പ്രസ്താവന സത്യമാണെന്ന് ബോധ്യമാവും. ഇപ്പൊ പഴയ കാലങ്ങളിൽ പല മതങ്ങളിലും നമുക്ക് നോക്കിയാൽ കാണാം, ചില സൂഫികൾ, ചില സിദ്ധന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവര് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ജപിച്ചു കൊടുത്താൽ മതി, വെറുതെ പച്ചവെള്ളം മുക്കിയിട്ട് ജപിച്ചു മന്ത്രിച്ചു കൊടുത്താൽ അസുഖം മാറുമായിരുന്നു. അത് ഒരു മാജിക് അല്ല, ഇതാണ്. അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു എന്നാണ്. താൻ ചെയ്യുന്ന പ്രവൃത്തി തന്റെ മുൻപിലിരിക്കുന്ന വ്യക്തിയിൽ എങ്ങനെ അത് പ്രവർത്തിക്കണം, അതെങ്ങനെ ആയിത്തീരണം എന്ന പൂർണ്ണമായ ദൃഢമായ സങ്കല്പവും ആ ഒരു പൂർണ്ണ വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് അവരുടെ പ്രവൃത്തിയും വാക്കുകളും ഒക്കെ സത്യമായി തീരണത് എന്നാണ്. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകമാണ്. ഈ പൂർണ്ണമായ വിശ്വാസം. നമ്മൾക്ക് വളരെ പ്രസിദ്ധമായ ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരു ഗുരുവിന്റെ അടുത്ത് ഒരാൾ ചെന്നപ്പോ മന്ത്രമൊന്നും അറിയില്ല, അയാൾക്ക് വേറെന്തോ വിഡ്ഢി കൂഷ്മാണ്ഡം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ കേട്ടിട്ടില്ലേ? അയാൾക്ക് എന്താ? ഒരു വിദ്യാഭ്യാസമില്ല. ഈ ഗുരുനാഥൻ പറഞ്ഞ വാക്ക് മന്ത്രമാണെന്ന് കരുതി അയാൾ ആ മന്ത്രം ജപിച്ചുകൊണ്ട് ചികിത്സിക്കാൻ തുടങ്ങിയെന്നാണ് അല്ലേ പണ്ട്. ഇയാളെന്നും ഗുരു അല്ലെ, വളരെ പ്രസിദ്ധമായ കഥയാണ്. എന്നും ഗുരുവിന്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് ഗുരുദക്ഷിണയായി, അപ്പൊ ഒരു ദിവസം പറഞ്ഞു, നീ ഗുരുദക്ഷിണ കൊണ്ടുവരാമെങ്കിൽ ഞാൻ നിന്നെ വൈദ്യം പഠിപ്പിക്കാം. അങ്ങനെ ഒരു ദിവസം അയാൾ ഒരു കുമ്പളങ്ങിയായിട്ട് ചെന്നു എന്നാണ് ഗുരുവിന്റെ അടുത്ത്. അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്നു ഈ ഗുരുവിന്. ആണ് വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞിട്ട് അയാളെ ചീത്ത പറയുക ചെയ്തത്. പക്ഷെ പാവം ഇയാൾ വിചാരിച്ചു ഗുരുനാഥൻ തനിക്ക് ഉപദേശം തന്നതാണ്. അയാൾ ആ വഴി അത് കേട്ടോണ്ട് അത് മന്ത്രമാണെന്ന് കരുതി തിരിച്ചു പോരുകയും ചെയ്തു.
അപ്പൊ എന്താണ് അവിടെ ഏകീഭാവം എന്നാണ്, പൂർണ്ണമായ വിശ്വാസമാണ്. അതെന്റെ ഗുരു പറഞ്ഞ വാക്കാണത്. അത് കേട്ടുകൊണ്ട് അയാൾ ചികിത്സ തുടങ്ങി. പിന്നെ അയാളുടെ വീടിന്റെ മുമ്പിൽ ക്യൂ ആയി രാവിലെ. അപ്പൊ പൂർണ്ണമായ വിശ്വാസമാണ് ഭക്തിയുടെ അടിസ്ഥാനം. അതുണ്ട് എങ്കിൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവും എന്നാണ്. അപ്പൊ ഈ ഭക്തിഭാവത്തെ ഇവിടെ ഈശ്വരപ്രാപ്തി സാധ്യമാവുമെന്നുള്ളത് സമർത്ഥിച്ചു പ്രഹ്ലാദൻ തന്റെ വരികളിൽ കൂടിയിട്ട്. രണ്ടാമതായിട്ട് പറയണു, ഭക്തി കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാം എന്നുള്ളത് എത്രത്തോളം നിർവിവാദമാണോ, വിവാദത്തിന് ഒട്ടും ഇടയില്ലാത്തത്, സംശയത്തിന് ഒട്ടും ഇടയില്ലാത്ത എത്രത്തോളം വസ്തുതയാണോ, അതേപോലെ തന്നെ സാധ്യമായ മറ്റൊരു മാർഗമാണ് കർമ്മം. ആദ്യം പറഞ്ഞു ഭക്തിയോഗം, പിന്നെ പറയുന്നു കർമ്മയോഗം. അപ്പോ സമ്പൂർണമായ വിശ്വാസമാണ് ഭക്തിയുടെ അടിസ്ഥാനമെങ്കിൽ നമുക്ക് ആ ഒരു വിശ്വാസം എന്നാണ് അവിടെ ഭക്തിയിൽ. അത് വലിയ സങ്കല്പവും വിശ്വാസവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഭക്തിയിൽ. എന്നാൽ കർമ്മത്തിലേക്ക് വരുമ്പോൾ കർമ്മയോഗം ആയി തീരണമെങ്കിൽ അവിടെ വേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ത്യാഗമാണ് കർമ്മത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഭക്തിയിൽ വിശ്വാസം എന്നതുപോലെ കർമ്മത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് ത്യാഗമാണ്. അതാണ് ഇവിടെ ഇതിന്റെ മർമ്മമായിട്ട് പറയാം. കർമ്മത്തിന്റെ മർമ്മം എന്താണ്? ത്യാഗമാണ് എന്ന് പറയാം. ഇപ്പൊ കർമ്മത്തെ ഒരിക്കലും ത്യജിക്കരുത്. നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മം ചെയ്യുക. അതിൽ ഫലം അത് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ അത് മുൻപേ തന്നെ അതിന്റെ ഫലത്തിൽ നമുക്ക് ഇച്ഛയും പാടില്ല. ആ ഫലം ഇങ്ങനെയാ, ഫലേച്ഛ ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ്, മുൻകൂട്ടി തന്നെ നമ്മൾ ഈ നടക്കാൻ പോകുന്നതിനെ മുൻകൂട്ടി നമ്മൾ പ്രവചിക്കുകയോ ഭാവന ചെയ്യുകയോ ആണ്. അത് വേണ്ട എന്നാണ്. ഇതെങ്ങനെയും ആയിത്തീരട്ടെ എന്നാണ്. അപ്പൊ ഫലേച്ഛ കൂടാതെ നിരന്തരം ചെയ്യുന്ന കർമ്മം അത് കർമ്മയോഗമായിട്ട് മാറും. കർമ്മയോഗികൾക്ക് അങ്ങനെ നമ്മളൊരു കർമ്മയോഗിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാനുള്ള ഭോഗവസ്തു എന്ന് പറയുന്നത് ത്യാഗമാണ്. ത്യാഗപൂർണങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ യജ്ഞങ്ങളാണ്. ഒരു യജ്ഞത്തിന്റെ ഫലമാണ് ആ കർമ്മങ്ങൾ ചെയ്യുക. നമുക്കൊന്ന് ഒരു അല്പം വഴിമാറിപ്പോയി നോക്കാം. യജ്ഞങ്ങളെ കുറിച്ച് പറയണ മഹാഭാരതത്തിലെ പ്രസിദ്ധമായ ഈ രാജസൂയ യജ്ഞത്തിന്റെ ആ യാഗത്തിന്റെ കഥ പറഞ്ഞതിന് ശേഷം അവിടെ ഒരു സ്വർണ്ണ നിറമുള്ള ശരീരത്തിന്റെ പകുതി ഭാഗം സ്വർണമായിട്ട് മാറിയ ഒരു കീരി വന്നു എന്നും അനവധി ഋഷീശ്വരന്മാരെ കാലുകഴുകിയതായ ആ ഒരു ജലാശയം പോലെ അവിടെ തളം കെട്ടി നിൽക്കുന്നു ജലം. ആ തീർത്ഥത്തിൽ എത്ര തവണ മുങ്ങിയിട്ടും ഒന്നും സംഭവിക്കണില്ലല്ലോ എന്ന് പരിതപിക്കുന്ന കീരിയോട് ചോദിക്കുകയാണ്, ധർമ്മപുത്രർ എന്താ നീ കാണിക്കുന്നത്? അപ്പൊ എന്റെ ശരീരം പകുതി സ്വർണമായി, അതെങ്ങനെയാണെന്നറിയോ? പറഞ്ഞു, ഒരു സാധു, ഒന്നുമില്ലാതിരുന്ന സാധു തനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് വിശന്നു വലഞ്ഞ ഒരാൾക്ക് ദാനം ചെയ്തു. അത്രയേ ഉള്ളൂ. ദരിദ്രമാണ് അയാൾക്ക്, ഒന്നുമില്ല. അങ്ങനെ ആ സാധു തന്റെ അടുത്ത് വന്ന അതിഥിയെ കാല് കഴുകി പൂജിച്ച ജലത്തിൽ സ്പർശിച്ചപ്പോഴാണ് എന്റെ ശരീരം സ്വർണമായത്. അപ്പൊ ഇവിടെ എത്രയോ സാധുക്കളെ അങ്ങ് കാല് കഴുകിയിട്ടുണ്ടാവും. അതിൽ വന്ന് ഞാൻ കുറെ മുങ്ങി നോക്കി, ബാക്കി പകുതി സ്വർണ്ണം ആവണില്ല എന്നാണ്. അപ്പൊ ഇവിടെ യജ്ഞം, രാജസൂയ യജ്ഞത്തിനേക്കാൾ മഹത്തരമായ ഒരു യജ്ഞമായിരുന്നു ആദ്യം അവിടെ നടന്നത് എന്നാണ്. ഒരു ദരിദ്രൻ, നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്തവൻ ചെയ്ത ഒരു ചെറിയ പ്രവൃത്തി, നമ്മളുടെ ദൃഷ്ടിയിൽ ചെറിയ പ്രവൃത്തിയാണ്, പക്ഷെ അതൊരു യജ്ഞമായിരുന്നു എന്നാണ്. അപ്പൊ ത്യാഗപൂർണങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ യജ്ഞങ്ങളാണ്, ഈശ്വര സ്വരൂപങ്ങളാണ്. അപ്പൊ അവിടെ നമുക്ക് യജ്ഞം, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് എങ്ങനെ, അതിന്റെ സ്വഭാവത്തിനല്ല നമ്മൾ വ്യതിയാനം വരുത്തേണ്ടത്, മാറ്റം വരുത്തേണ്ടത്. ആ പ്രവൃത്തി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അത് എത്രത്തോളം മോടി പിടിപ്പിക്കണം, അതിലല്ല. ഈ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ ഭാവം, അതിനാണ് പ്രാധാന്യം എന്നാണ്. അപ്പൊ ഒരിക്കലും ഈ യാന്ത്രികമായിട്ടുള്ള കർമ്മങ്ങൾ ആവരുത് എന്ന് പറയണം. ഈ കർമ്മങ്ങൾ എപ്പോഴും യാന്ത്രികമായി തീർന്നാൽ പിന്നെ അതിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല. അതിന്റെ ഭാവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ പൂജയാണെങ്കിലും മറ്റേത് സാധനയാണെങ്കിലും അതിന്റെ ഭാവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ്. അപ്പൊ കർമ്മം ആദ്യം പറഞ്ഞു, ഭക്തി രണ്ടാമതായിട്ട് പറഞ്ഞു, കർമ്മം, കർമ്മയോഗം. പിന്നെ മൂന്നാമതായിട്ട് ജ്ഞാനയോഗത്തെ കൂടി പറയുന്നു. തീവ്രമായിട്ടുള്ള വൈരാഗ്യം കൊണ്ട്
വിഷയങ്ങളിൽ നിന്നുള്ള അകൽച്ച. വിഷയങ്ങളിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാൻ പറ്റുക. വിഷയങ്ങൾ നമ്മളെ ആകർഷിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം അതിന് ഇഷ്ടമുള്ള ആ വസ്തുതയിലേക്ക്, ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. നമ്മളെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അതിലേക്ക് കൊണ്ടുപോകും. അപ്പൊ വിഷയങ്ങളിൽ നിന്നുള്ള അകൽച്ച, സമ്പൂർണമായിട്ടുള്ള അഹങ്കാരത്തിന്റെ നിരാസം, ഇത് രണ്ടുമാണ് ജ്ഞാനയോഗത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് എന്നാണ്. ഇപ്പൊ നമുക്ക് വസ്തുക്കളോടോ വ്യക്തികളോടോ, അതായത് ഇവിടെ പറഞ്ഞു നാമരൂപങ്ങളിൽ ഉള്ള ആ ഒരു ചേർച്ച അല്ലെങ്കിൽ ആഗ്രഹം എന്നാണ്. വസ്തുക്കളോടോ ഏതെങ്കിലും പദാർത്ഥങ്ങളോടോ വ്യക്തികളോടോ ഒക്കെയുള്ള ചേർച്ച, ആഗ്രഹം, അത് നമ്മളിൽ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള വികാരങ്ങൾ, രാഗം, ദ്വേഷം ഇത്യാദി വികാരങ്ങൾ. ചിലതിനോട് നമുക്ക് ദ്വേഷം ഉണ്ടാവുമ്പോൾ അകൽച്ച ഉണ്ടാവണു, ചിലതിനോട് നമുക്ക് രാഗം ഉണ്ടാവുമ്പോൾ അടുപ്പം ഉണ്ടാവണു. ഈ രാഗാദി വികാരങ്ങളും ഒക്കെ തന്നെ നമ്മൾക്ക് ശരീരാഭിമാനം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. അത്രയും കാലം ശരീരാഭിമാനം എത്ര കാലം നമ്മളിലുണ്ടോ അത്രയും കാലം ഇന്ദ്രിയങ്ങളുടെ ആ ഒരു പ്രഭാവം, വിഷയങ്ങളിൽ വ്യാപരിക്കാനുള്ള ഇന്ദ്രിയങ്ങളുടെ ആ ഒരു കഴിവും ശക്തി ആർജിച്ചുകൊണ്ട് തന്നെ നിൽക്കും എന്നാണ്. അപ്പൊ അത്രയും ഇന്ദ്രിയങ്ങൾ ശക്തമായിരിക്കുന്ന, വിഷയങ്ങളിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്രയും കാലയളവ് നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ പ്രഹ്ലാദന്റെ വാക്കിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. ജിഹ്വൈകദോച്യുത വികർഷതി മാവിതൃപ്ത ശിഷ്ണോന്യതസ്തു ഉദരം ശ്രവണം കുതശിൽ ഘ്രാണോന്യത ശബളതൃക്വച കർമ്മശക്തി ബഹ്യസപത്ന്യ ഇവ ഗേഹപതിം ലുനന്തി. ബഹ്യസപത്ന്യ ഇവ ഗേഹപതിം. ഒന്നിലധികം പത്നിമാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗൃഹസ്ഥനെ പോലെ ഇന്ദ്രിയങ്ങളുടെ പ്രേരണയ്ക്ക് വശംവദനായിക്കൊണ്ട് ഒരിക്കലും സ്വസ്ഥത കിട്ടാതെ വിഷമിക്കുന്നു എന്നാണ്. ഈ ഒന്നിലധികം വിവാഹം കഴിച്ചിട്ട് വേണമെന്നില്ലേ അനുഭവം ഉണ്ടാവാൻ. ഒരു വിവാഹം കഴിച്ചവരാവും അധികം ഗൃഹസ്ഥന്മാരും. അപ്പോ പല വിഷയങ്ങൾ നമ്മളെ ഒരേ സമയത്ത് അലട്ടിക്കൊണ്ടിരുന്നാൽ, ഒരു സമയത്ത് ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നിലധികം കാര്യം നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും നല്ല ആക്റ്റീവാണ് എന്ന് കരുതിക്കോളൂ. കാണാൻ കുഴപ്പമൊന്നുമില്ല, കണ്ണടയൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കാണാം, അല്ലെങ്കിലും കണ്ണടയുണ്ട് അത്യാവശ്യം കാണാം, അത്യാവശ്യം കേൾക്കാം, അത്യാവശ്യം ഗന്ധങ്ങളൊക്കെ അറിയാം, അത്യാവശ്യം രുചിയൊക്കെ അറിയാം. ഇതൊക്കെയാണ് എങ്കിലും ഇതെല്ലാം ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് വളരെ പ്രയാസമാണ്. അപ്പോൾ ഒന്നിലധികം വിഷയങ്ങളെ നമുക്ക് ഒരേ സമയം നേരിടേണ്ടി വന്നാൽ നമ്മളുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് ചെയ്യുക, അസ്വസ്ഥമാവുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒന്നിലധികം വിഷയങ്ങളിൽപ്പെട്ട് ഉഴലുന്ന, അതിൽ വ്യാപരിച്ചുകൊണ്ട് പരിശ്രമിക്കുന്ന, ക്ലേശിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ടും തീവ്രമായ വൈരാഗ്യം കൊണ്ടും ഈ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പിടിയിൽ നിന്ന് വേർപെട്ട് ശരീരാദികളിൽ ഞാനെന്നും എന്റേത് എന്നുള്ള മിഥ്യാഭിമാനത്തെ അകറ്റി ശുദ്ധനാവുന്ന പ്രക്രിയ, അത് ജ്ഞാനയോഗം കൊണ്ട് സാധ്യമാവണമെന്നാണ്. ഇപ്രകാരം അതിപ്രധാനങ്ങളായിട്ടുള്ള 3 യോഗങ്ങളുടെ നിരൂപണം ആണ് ഈ സ്തുതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിന്റെ താത്വികമായ അടിസ്ഥാനം. പ്രഹ്ലാദ സ്തുതിയിലെ ഈ 3 അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് കാണാൻ പറ്റുന്നതാണ്. ഈശ്വരമഹിമയെ പുകഴ്ത്തിക്കൊണ്ടും വേദരഹസ്യങ്ങളെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഈ പ്രഹ്ലാദന്റെ സ്തുതി ഭഗവാനെ സന്തുഷ്ടനാക്കണു. ഏത് വരങ്ങളെ വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, എന്താണോ പ്രഹ്ലാദന് ആഗ്രഹമുള്ളത് അതൊക്കെ ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുവെങ്കിലും എന്താണ് പ്രഹ്ലാദന്റെ മറുപടി? ഒന്നും വേണ്ട എന്നാണ്. അതൊന്നും ചോദിക്കാൻ തയ്യാറാവണില്ല പ്രഹ്ലാദൻ എന്നാണ്. കാരണം പ്രഹ്ലാദനിവിടെ ബോധ്യമായി കഴിഞ്ഞു, ശ്രേയസിന്റെ പരമകാഷ്ഠയിലാണ് തനിക്ക് ഈ ഭഗവത് ദർശനം സാധ്യമായത്. അപ്പൊ അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ഇനി വരിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. നേടേണ്ടതിന്റെ അങ്ങേയറ്റത്ത് ആയി കഴിഞ്ഞു, ഇനി അപ്പുറത്തേക്ക് ഒന്നും നേടേണ്ടതില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇനി നേടാവുന്നത് എന്തൊക്കെയാണ്? കുറച്ചു കാലം മുമ്പ് ഈശ്വര ദർശനത്തിന് വേണ്ടി, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി
ഞാൻ ഉപേക്ഷിച്ചതാണ്. നമ്മളൊക്കെ പതിവില്ലേ, പലതും ഉപേക്ഷിക്കാറുണ്ട്. വ്രതത്തിന്റെ ഭാഗമായിട്ടും തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടുമൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കും, ഉപേക്ഷിക്കും, തീവ്രമായിട്ടൊക്കെ ഉപേക്ഷിക്കും. ചിലതൊക്കെ ഉപ്പ് ഉപേക്ഷിച്ചു, മുളക് ഉപേക്ഷിച്ചു, പച്ചക്കറികള്, പാവയ്ക്ക ഇനി മുതൽ കൂട്ടില്ല, ഇങ്ങനെയൊക്കെ ഉപേക്ഷിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഇതൊക്കെ ആയിട്ടുള്ള ആ ഒരു അടുപ്പം, ഒന്നിനോടും അത്തരത്തിൽ പ്രത്യേകിച്ച് മമതയൊന്നുമില്ല, അതിനെയൊക്കെ ഉപേക്ഷിച്ച ആളാണ് പ്രഹ്ലാദൻ. അപ്പൊ ഈ ഉപേക്ഷിച്ചതിനെ ഒക്കെ തന്നെ തനിക്ക് തിരിച്ചു തരാം എന്നാണ് ഇവിടെ ഈ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ അർത്ഥം. നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചതിനെ രണ്ടാമത് സ്വീകരിക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അത് തന്നെയാണ് പ്രഹ്ലാദന്റെ ഈ മനോഭാവം. ഭഗവത് പ്രസാദത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ചു, വീണ്ടും എന്തിനാണ് ഞാൻ അതിനെയൊക്കെ വരിക്കേണ്ടത്, അതിന്റെ ആവശ്യം എന്താണ്? അതുകൊണ്ട് അത് സ്വീകരിച്ചാൽ ഉണ്ടാവുന്ന മറ്റൊരു പ്രയാസം, ഈശ്വരനിൽ നിന്നും വീണ്ടും അകന്നു പോവാൻ അത് കാരണമായിട്ട് തീരും. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഹ്ലാദൻ നിലകൊള്ളുന്നത്. എന്നാലും വരങ്ങളെ നൽകിക്കൊണ്ടാണ് അവിടുന്ന് നരസിംഹമൂർത്തി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചുകൊണ്ട് അന്തർധാനം ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്തിൽ കൂടിയിട്ട്, കഥാഭാഗത്തിൽ കൂടിയിട്ട്, പ്രകരണത്തിൽ കൂടിയിട്ട് കർമ്മവാസനയുടെ ശക്തിയെ ആണ് കാണിച്ചിട്ടുള്ളത്. അതാണ് സപ്തമ സ്കന്ധത്തിന്റെ വിഷയം, ലക്ഷണം. ഇപ്പൊ നിസ്സാരമായ ഒരു വാസനയെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജയവിജയന്മാരിൽ നിന്ന് തന്നെ ആണ് ഇത് തുടങ്ങിയത്, അവിടെ നിന്നാണ്, അവിടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. നിസ്സാരമായ ഒരു കർമ്മവാസനയുടെ അതിന്റെ ഫലത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് 3 ജന്മം എടുക്കേണ്ടി വന്ന വിഷ്ണു പാർഷദന്മാരെ ഉദാഹരിച്ചു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇവിടെ ഭാഗവതകാരൻ, നിരന്തരം അനുനിമിഷം എത്രയെത്ര വാസനകളാണ് പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്, അവയൊക്കെ തന്നെ അനുഭവിച്ചു തീരാൻ വേണ്ടിയിട്ട് എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോ ശ്രദ്ധയോടുകൂടിയിട്ട് വേണം. സർവാത്മന ഈശ്വരാശ്രയം ചെയ്യുന്ന ഒരുവന് മാത്രമേ നിസാരമായിട്ട് ഈ ഒരു ക്ലേശത്തെ, ഈ ഒരു പ്രതിബന്ധത്തെ തരണം ചെയ്യാൻ കഴിയൂ എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കർമ്മവാസനകളെ തടയുവാൻ നമുക്കൊരു ഉപായം വേണം, ഒരു ഉപാധി വേണം. ഇപ്പൊ ഒരു വലിയ സമുദ്രമാണ്, ഇത് തരണം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ തോണി വേണം, ഒരു നൗക വേണം. അത് മാത്രം പോരാ, അതിലൊരു നല്ല തോണിക്കാരൻ, അല്ലെ, ഒരു അമരത്ത് ഒരാളുണ്ടാവണം. പിന്നെയോ അനുകൂലമായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ, കാലാവസ്ഥ അനുകൂലമാവണം. ഇതൊക്കെ ആയാലേ നമുക്ക് മറുകര എത്താൻ പറ്റൂ. അപ്പോൾ കർമ്മവാസനകളെ തടയുവാൻ നമ്മളെ പോലെ സാധാരണന്മാർക്ക് മുഖ്യമായിട്ടുള്ള ഒരു ആയുധം, ഉപകരണം എന്ന് പറയുന്നത് ത്യാഗപൂർണമായിട്ടുള്ള ധാർമ്മിക ജീവിതമാണ്. ധർമ്മത്തിനനുസരിച്ച് ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കർമ്മവാസനകളെ നമുക്ക് തടയാൻ കഴിയും. വീണ്ടും വരാനിരിക്കുന്നതായ നിരവധി ജന്മജന്മാന്തരങ്ങളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രകരണം ഇവിടെ സമർപ്പിക്കുന്നത്. ഭഗവത് പാദങ്ങളിൽ വാക്കുകളെ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.